നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരാമല്ലോ. നമ്മൾ 14 അധ്യായം കഷ്ടിച്ചൊന്ന് നമ്മളെത്തി. 15 അധ്യായത്തിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കിയായിരുന്നു 2 ആഴ്ച മുമ്പേ. 2 ആഴ്ചയായിട്ട് നമുക്ക് വെള്ളിയാഴ്ച മീറ്റിംഗ് നടക്കാൻ സാധിച്ചില്ല. നമുക്ക് കർത്താവിനെ നോക്കി പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ, അവിടുന്ന് തന്നെ വചനം കർത്താവേ, അവിടുന്ന് തിരുവായി മുഴിഞ്ഞ് സംസാരിച്ച ആ വചനങ്ങൾ, ആ റെഡ് ലെറ്റേഴ്സായിട്ടുള്ള ആ വോയിസസ് കർത്താവ് ഞങ്ങൾ കേൾക്കുമ്പോൾ കർത്താവേ, അവിടുന്ന് സംസാരിച്ചപ്പോൾ അവിടുന്ന് എത്ര അഭിഷേകത്തോടെ കർത്താവേ, എത്ര സ്നേഹത്തോടെ, എത്ര കാർക്കശ്യത്തോടെ, എത്ര കരുതലോടെ, ഹൃദ്യതയോടെ, ഊഷ്മളതയോടെ അവിടുന്ന് സംസാരിച്ചു. അതുപോലെ പരിശുദ്ധാത്മാവ് കർത്താവേ, ആ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കേൾപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയിൽ നിന്ന് തന്നെ ഞങ്ങൾ കേൾക്കുവാണെങ്കിൽ കർത്താവേ, എത്ര വലിയ ആശ്വാസമാണ്, എത്ര വലിയ സൗഭാഗ്യമാണ് കർത്താവേ. അങ്ങ് ഇന്നലെയും ഇന്നും എന്നും അനന്യനായതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ആ യേശുവിൻ്റെ വാക്കുകൾ തന്നെ ഞങ്ങൾക്ക് കേൾക്കണം കർത്താവേ. ആ മൃദുസ്വരം ഞങ്ങളുടെ ഹൃദയത്തിൽ വളരെ ഒരു കാഹളധ്വനി പോലെ വ്യക്തമായിട്ട് കേൾക്കുവാൻ കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് തടസ്സമായിട്ടുള്ള ഞങ്ങളെ തന്നെ, ഞങ്ങളുടെ സ്വയത്തെ സമ്പൂർണ്ണമായിട്ട് യാഗമായിട്ട് സമർപ്പിക്കുന്നു കർത്താവെ. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണം. ഞങ്ങളതിനൊരു വട്ടപ്പൂച്ചുമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. സ്നേഹത്താൽ നിറയ്ക്കണം കർത്താവെ. അവിടുത്തെ ആത്മാവിനാൽ അളവില്ലാതെ നിറയ്ക്കണം. അവിടുത്തെ ശബ്ദത്തെ കേൾപ്പാൻ, ജീവൻ്റെ മുഴുകളെ കേൾപ്പാൻ ഇടയാക്കണമേ. അവിടുത്തെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തണമേ. എല്ലാ യേശു കർത്താവിൻ്റെ വലിയേറിയ മധുരവും നാമത്തെ ആമേൻ. ഞാൻ പറയുന്നത് അവിടം വരെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ഓക്കെ. അഥവാ ശബ്ദം കണ്ട് താന്നു പോവാമെങ്കിൽ ഒന്ന് പറയണേ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഫാൻ കുറയ്ക്കേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ 15 അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമൊക്കെ നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ജസ്റ്റ് ഒന്ന് തുടങ്ങി. ഇപ്പം നമുക്കറിയാം അതിൻ്റെ ആ സന്ദർഭം എന്ന് പറയുന്നത് ഞങ്ങൾ മാസങ്ങളായിട്ട്, ഇനിയിപ്പിക്കുന്ന വർഷങ്ങളായിട്ടെന്ന് പറയേണ്ടി വരുമെന്ന്. അതുപോലെ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിലുണ്ട്. അവിടെ കർത്താവ് 33 വർഷക്കാലമാണ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് ദൈവം തന്നെ മനുഷ്യാവതാരം എടുത്ത്, ജഡാവതാരമെന്നോ മനുഷ്യാവതാരം എടുത്ത് കർത്താവ് യേശുക്രിസ്തു. ദൈവത്തിന് അനേക അവതാരങ്ങളില്ല, അനേക അവതാരങ്ങൾ, പല ഐതിഹ്യങ്ങളും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ എന്നാൽ ബൈബിൾ പ്രകാരം ദൈവത്തിന് ഒരു അവതാരമേ ഉള്ളൂ. അതാരാ? മനുഷ്യനായി വന്ന യേശുക്രിസ്തുവായിട്ടുള്ള ഒരേ ഒരു അവതാരമേ ഉള്ളൂ. ആ യേശു, ദൈവത്തിൻ്റെ വചനം തന്നെ ജഡമായിട്ട്, മാംസമായിട്ട് ഒരു മനുഷ്യ ശരീരത്തിൽ വിളങ്ങിയതാണ് യേശു കർത്താവ്. അപ്പോൾ ഇസ്രയേൽ ദേശത്ത് നമ്മൾ ഏത് രാജ്യത്താണ്? ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിലാണ്? ഏഷ്യയിലുള്ള ഒരു രാജ്യം തന്നെ ഏതാ? ഇസ്രയേൽ. ഏഷ്യയുടെ യൂറോപ്പിനോട് അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ്. എന്നാൽ ഏഷ്യയുടെ ഭാഗമായിട്ടുള്ളൊരു രാജ്യമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത്. ഇസ്രയേലിൻ്റെ യൂറോപ്പിലേക്ക് ഇടയ്ക്കുള്ള ആ ഒരു സ്ഥലമൊക്കെയാണ് മെഡിറ്ററേനിയൻ സീ, മധ്യധരണ്യാഴി എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഇസ്രയേൽ അവിടാണ് ദൈവം, നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ മുതൽ നമ്മൾ കാണുന്ന ദൈവത്തിൻ്റെ വിളി കേട്ടിറങ്ങി ഒരു എബ്രഹാം പിന്നെ എബ്രഹാമായി തീർന്നു. ആ എബ്രഹാമിൻ്റെ സന്തതി പരമ്പരയാണ് ഇസ്രയേൽ. ആ എബ്രഹാമിൻ്റെ വിശ്വസ്തത കണ്ട് ദൈവം എബ്രഹാമിൻ്റെ സന്തതി അനുഗ്രഹിച്ചു. ആ എബ്രഹാമിൻ്റെ സന്തതി മുഖാന്തരം ലോകം എങ്ങും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ എബ്രഹാമിൻ്റെ സന്തതിയായിട്ട് ദൈവം, യേശു കർത്താവ് എബ്രഹാമിൻ്റെ സന്തതിയായിട്ട് ദാവീദിൻ്റെ സന്തതിയായിട്ട് അങ്ങനെ മറിയത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഉരുവായി യേശുക്രിസ്തു ദൈവം തന്നെ മനുഷ്യനായിട്ട് വന്ന് 33 വർഷക്കാലം ജീവിച്ചപ്പം കർത്താവിനെ ആ 33 വർഷക്കാലത്തിൻ്റെ അവസാനത്തെ 3 വർഷക്കാലവും കർത്താവ് പരസ്യ ശുശ്രൂഷ ചെയ്ത്, ആ പരസ്യ ശുശ്രൂഷയുടെ അവസാനത്തെ ആഴ്ച അതാണ് പലപ്പോഴും പാരമ്പര്യ സഭകളൊക്കെ ഹോളി വീക്ക് എന്നൊക്കെ പറയും. നമ്മളെ സംബന്ധിച്ചുള്ള എല്ലാ ആഴ്ചയും ഹോളി വീക്ക് ആയിരിക്കണം. ഇന്ന് ചിലർ അവസാനത്തെ ആഴ്ച അനുസ്മരിക്കുന്നതാണ്. ഈസ്റ്ററിന് മുമ്പായിട്ടുള്ള അവസാനത്തെ ഒരാഴ്ച പാഷൻ വീക്ക്, ഹോളി വീക്കായിട്ടൊക്കെ പറയാറുണ്ട്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ 1-2 ഞായറാഴ്ച മുമ്പേയൊക്കെ ചിന്തിച്ചതുപോലെ ആ ഡേറ്റ്സ് ഒന്നും എക്സാക്ട്ലി കറസ്പോണ്ടിങ് അല്ല. എന്നാൽ ഇതുപോലൊരു മാർച്ച് ഏപ്രിൽ മാസമായ ഒരു നിസാൻ മാസത്തിലെ 14-ാം തീയതി ആയിരുന്നു കർത്താവ് ക്രൂശിക്കപ്പെടുന്നത്. 17-ാം തീയതി കർത്താവ് ഉയർത്തെഴുന്നേൽക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ ക്രൂശിക്കപ്പെടുന്നതിൻ്റെ തലേദിവസം രാത്രിയിൽ കർത്താവ് ശിഷ്യന്മാരുമായിട്ടൊരു അന്ത്യത്താഴം കഴിച്ചു, ലാസ്റ്റ് സപ്പർ. അപ്പോൾ ആ ലാസ്റ്റ് സപ്പറിൻ്റെ പല പെയിൻറ്റിങ് ഒക്കെ ലിയനാർഡോ ഡാവിഞ്ചിയൊക്കെ വരച്ച വലിയ പെയിൻറ്റിങ്ങും ഒക്കെ, വളരെ വിശ്വപ്രശസ്തമായിട്ടുള്ള പെയിൻറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ലാസ്റ്റ് സപ്പറിനെ അതിനെ പോർട്രേ ചെയ്തുകൊണ്ടുള്ള, ചിത്രീകരിച്ചുകൊണ്ടുള്ള പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ കർത്താവ് ശിഷ്യന്മാരുടെ കാലൊക്കെ കഴുകി കർത്താവ് അന്ത്യത്താഴം കഴിക്കുന്ന ആ ഒരു രംഗമാണ് നമ്മൾ യോഹന്നാൻ 13-ാം അധ്യായത്തിൽ ശിഷ്യന്മാരുടെ കാലൊക്കെ കഴുകുന്നതും
യോഹന്നാൻ 14 അധ്യായത്തിൽ അതിനുശേഷം താൻ പോവുകയാണ്, എന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ നല്ലതിന് വേണ്ടിയാണ് ഞാൻ പോകുന്നത് എന്നൊക്കെയാണ് കർത്താവ് അതിൻ്റെ തൊട്ട് മുമ്പ്. ഇപ്പം നമ്മൾ യോഹന്നാൻ 14 15 തൊട്ട് മുമ്പ് കർത്താവ് പറയുക എന്താ, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോയിരുന്നെങ്കിൽ 27-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ട് യു വുഡ് ഹാവ് റിജോയ്സ് ബിക്കോസ് വെൻ ഇറ്റ് ഹാപ്പൻസ് യു മേ ബിലീവ്. അതെ, അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. നിങ്ങളുടെ നല്ലതിനായിട്ടാണ് ഞാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം കർത്താവ് വീണ്ടും അവരോട്, ഇറ്റ് ഈസ് ഫോർ യുവർ ഗുഡ് ദാറ്റ് ഐ ആം ഗോയിങ് എന്നുള്ളൊരു കാര്യം കർത്താവ് വീണ്ടും പറയുന്നതൊക്കെ നമുക്കറിയാം. അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ കുറച്ചുകൂടെ താഴോട്ട് വരുമ്പോൾ 16-ാം അധ്യായത്തിലാണ്. അതെ, 16-ാം അധ്യായത്തിൻ്റെ ഇപ്പം നമ്മൾ 14 ഇപ്പം നോക്കി, 16-ന്റെ 7 എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഇറ്റ് ഈസ് ടു അഡ്വാൻറ്റേജ്. 16-ന്റെ 7-ാമത്തെ വാക്യം, ഇറ്റ് ഈസ് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാതിരുന്നാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അപ്പം 14-ാം അധ്യായത്തിൽ കാര്യസ്ഥനെ അയക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും കുറച്ചുകൂടെ കഴിയുമ്പോൾ 16-ാം അധ്യായത്തിൽ വീണ്ടും ശിഷ്യന്മാരുടെ മുഖമൊക്കെ ഇന്ന് വാടി വരുന്നതൊക്കെ കാണുമ്പോൾ ഇപ്പം ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ കരയാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ വാടി വരുന്നത് കാണും. എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒന്ന് വഴക്ക് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇപ്പം അതേ കരച്ചിൽ വരും. അപ്പം നമ്മൾ അല്ലല്ലേ, ഞാൻ അതല്ല ഉദ്ദേശിച്ച് പറഞ്ഞു, ഇതാ ഉദ്ദേശിച്ച് പറഞ്ഞെന്ന് പറഞ്ഞ പോലെ ഞാൻ പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യപ്പാടെ എല്ലാവരും ഒക്കെ മുഖമൊക്കെ വാടി, അപ്പോഴത്തേക്ക് നിങ്ങൾ കരയണ്ട, ഹൃദയം കലങ്ങി പോകണ്ട, നിങ്ങൾ എന്നെ വിശ്വസിച്ചാൽ മതി, പിതാവിൽ വിശ്വസിച്ചു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഏൽപ്പിച്ച് തന്നിട്ടാണ് പോകുന്നത്, കാര്യസ്ഥനെ അയച്ചോളും, അനാഥരായി കൈവിടത്തില്ല, ഞാൻ നിങ്ങളുടെ കൂടെ വരും. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മുന്തിരിവണ്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞ് കുറേയെല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെയും ഇതുപോലെ അവരുടെ മുഖഭാവമൊക്കെ അങ്ങ് പാടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ അയ്യോ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. അത് നമ്മളിപ്പോൾ യോഹന്നാൻ 16-ന്റെ 7 വായിച്ചു. അപ്പോൾ അതായത് അത് ഒരു തരത്തിൽ പറഞ്ഞാൽ എന്താ, ദൈവം നമ്മളെ ചിലപ്പോൾ ചില ആത്മീയമായിട്ടുള്ള സഹോദരങ്ങൾ നമ്മളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടെങ്കിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാനൊരു ആത്മീയനായൊരു സഹോദരൻ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ നമ്മൾ പിന്നെ നമ്മൾ തന്നെ ദൈവത്തിനെ അങ്ങ് ആശ്രയിക്കാതെ എന്തുണ്ടെങ്കിലും യേശുവിനോടങ്ങ് ചോദിച്ചാൽ മതി. അവരങ്ങ് ദൈവത്തോട് അതുപോലെ ആത്മാവിലങ്ങോട്ട് അടുക്കുന്നതിന് പകരം യേശുവിന് യേശു അങ്ങ് ചെയ്തോളുമല്ലോ. ആരെങ്കിലും പരീക്ഷന്മാർ വന്നെങ്കിലും ചൊറിയാൻ വന്നാൽ കർത്താവ് ഉത്തരം പറഞ്ഞോളൂ. എന്തെങ്കിലും ആഹാരം എന്തെങ്കിലും കുറവ് വന്നാൽ കർത്താവ് ആഹാരമൊക്കെ അങ്ങ് 5 കൊണ്ട് 5000 പേരോ അതിൽ കൂടുതൽ പേരെയൊക്കെ പോഷിപ്പിച്ചോളും. എന്തെങ്കിലും കാറ്റോ കുളമോ ഒക്കെ വന്നാലും കർത്താവ് എല്ലാം ചെയ്തോളും. അപ്പം അവർക്കായിട്ട് ദൈവത്തെ വിളിക്കേണ്ട കാര്യം വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ യേശുവിൻ്റെ കൂടെ ഒരു കൂട്ടത്തിൽ പാടാൻ എല്ലാവർക്കും പറ്റും എന്ന് പറയുന്നത് പോലെ ഒരു അവസ്ഥയാണ്. അപ്പം പക്ഷെ ചിലപ്പോൾ ആത്മീയമായിട്ടുള്ള ചില സഹോദരങ്ങൾ നമ്മളിൽ നിന്ന് ചിലപ്പോൾ ഒന്ന് കുറച്ചൊന്ന് മാറി നിൽക്കുമ്പോഴൊക്കെ ആയിരിക്കും, അയ്യോ ഭർത്താവ് ഇനിയിപ്പോൾ ഞാൻ തന്നെ വേണമല്ലോ, എല്ലാം എന്ത് വേണമെങ്കിലും ഇപ്പം എന്താ പറയുക, ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നപ്പോൾ എല്ലാത്തിനും ജോമോൻ ചായനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഇനിയിപ്പോൾ എനിക്ക് കർത്താവിൻ്റെ കൂടുതൽ ആശ്രയിക്കണം, ഭർത്താവ് അടുത്തില്ലാത്തതുകൊണ്ട് എന്ന് പറയുന്നത് പോലെ ഞാൻ പോകുന്ന പ്രയോജനം എന്ന് വെച്ചാൽ നിങ്ങളപ്പോൾ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കും, ദൈവത്തെ വിളിക്കും, ദൈവത്തിൽ ചാരും എന്ന് പറയുന്ന പോലെ. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ അത് 16-ന്റെ 7 നമ്മളിപ്പം വായിച്ചു. ഇപ്പം 14-ന്റെ 28 അതുപോലൊരു വാക്യം നമ്മൾ വായിച്ചു, നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതിനാൽ. ആ 14-ന്റെ 28 അവസാനം, നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു, പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ. യേശു പിതാവിനോട് ഈക്വൽ ആണെങ്കിലും തന്നെ ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് തന്നെ താഴ്ത്തി പിതാവിനേക്കാൾ വലിയവനല്ലോ എന്ന് പറയുന്ന അവർ യേശുവിൻ്റെ ഒരു താഴ്മയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം 14-ന്റെ 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, ലോകം തന്നെക്കുറിച്ച് വലിയ വലിയ കാര്യങ്ങൾ, ഞാൻ ഇത്ര അത്ഭുതങ്ങൾ ചെയ്തു, ഇത്ര മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, 4 നാൾ നാറ്റം വെച്ച ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, ഇതെല്ലാം ലോകം അറിയണം എന്നും പറഞ്ഞുകൊണ്ടല്ല കർത്താവ് പറയുന്നത്. പക്ഷേ ലോകം എന്തറിയണമെന്ന് കർത്താവ് പറയുന്നത് യോഹന്നാൻ 14-31 എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നുവെന്ന് ലോകം അറിയട്ടെ, എഴുന്നേൽക്കുവിൻ നാം പോവുക എന്ന് കർത്താവ് പറയുന്നൊരു കർത്താവിൻ്റെ ആ ഒരു താഴ്മയും കർത്താവിൻ്റെ ഒരു സൗന്ദര്യവും ലാളിത്യമൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. ലോകം വലിയ വലിയ തൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വലിയ ശുശ്രൂഷയെക്കുറിച്ചും അതൊക്കെ അത് പിന്നെ അറിഞ്ഞുകൊള്ളും, അത് അറിയേണ്ട വിധം അത് അവരെ അറിഞ്ഞുകൊള്ളും ലോകക്കാരെ, അത് അനേകർക്കത് സാക്ഷ്യമാകും. പക്ഷേ യേശു ലോകം അറിയണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമാണ്. അത് നമ്മളുടെ ജീവിതത്തിലും ഒരു വെല്ലുവിളിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെക്കുറിച്ചും നമ്മുടെ കൂട്ടുകാരന്മാരെന്താ അറിയേണ്ടത്, നമ്മുടെ സ്കൂളിലെ ആൾക്കാർ, നമ്മുടെ സ്കൂളിലെ കുട്ടികൾ
നമ്മളുടെ ഓഫീസിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ, നമ്മുടെ അയൽവക്കത്തെ സഹോദരിമാർ, സഹോദരങ്ങൾ, അവരൊക്കെ നമ്മളെ കാണുമ്പോൾ എന്താ അവരറിയേണ്ടതെന്ന് ചോദിച്ചാൽ, ഇത് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ഇതൊരു ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു സഹോദരിയാണ്. ബാക്കി ഒത്തിരി സ്റ്റാഫ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഹോസ്പിറ്റലിൽ എന്ന്, ഈ ഒരാൾ വ്യത്യാസമുണ്ട്. ഈ ഒരു ഓഫീസിൽ ബാക്കി ഒരുപാട് ആൾക്കാരുണ്ട്, എന്നാൽ ഇദ്ദേഹത്തിന് എന്തോ പ്രത്യേകതയുണ്ട്. ഒത്തിരി പിള്ളേർ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, എന്നാൽ ഈ കുഞ്ഞിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. എന്താ? ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. അതിൻ്റെ തെളിവായിട്ട് എന്താ? ദൈവം പറയുന്നത് മാത്രമേ ഇവർ ചെയ്യത്തുള്ളൂ. ഇവർ ബൈബിളിൽ എന്താ എഴുതി വെച്ചേക്കുന്നത് അത് അപ്പടിയേ ചെയ്യത്തുള്ളൂ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഏതോ ഒരു സഹോദരിയെക്കുറിച്ച് അവരുടെ കോളേജിൽ സുഹൃത്തുക്കൾ കളിയാക്കി പറഞ്ഞതായിട്ട് ഇങ്ങനെ എഴുതുന്നു. ഷീ ഡസ് എക്സാക്ട്ലി ഓൺലി ഡസ് എക്സാക്ട്ലി അക്കോർഡിംഗ് ടു വാട്ട് ദ ബൈബിൾ സേസ് എന്ന് പറഞ്ഞ് ചിലരിങ്ങനെ കളിയാക്കി പറഞ്ഞതായിട്ട്. പക്ഷേ അത് വേറൊരാൾ കേട്ടിട്ട് അത് ഭയങ്കര ഇങ്ങനെയുള്ള ആൾക്കാർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അത് കേട്ട ഒരു സാധനം പിന്നീട് പല മുഖാന്തരങ്ങളിലൂടെ പുള്ളി രക്ഷയിലേക്ക് വന്ന ഒരു കാര്യമൊക്കെ ഇങ്ങനെ സാക്ഷ്യമായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ അറിയത്തില്ലായിരിക്കും, പക്ഷേ നമ്മളെക്കുറിച്ച് ബാക്കിയുള്ളവർ പറയേണ്ടത് എന്താ ബൈബിള് എന്താണോ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്? അത് വചനത്തിൽ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യും. എന്തുകൊണ്ടാണ് നിങ്ങൾ ഓർണമെൻറ്റ്സ് ഇടാത്തത്? വചനത്തിൽ അങ്ങനെ ഒരു 1 പത്രോസ് 3 1 തിമോഥെയോസ് 2:9 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ സിനിമയ്ക്ക് പോകാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ന ഗാനമേളയ്ക്ക് പോകാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ ഇന്നതുപോലെ ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങളത് ഇങ്ങനെ പരദോഷം പറഞ്ഞുകൊണ്ടിരിക്കാത്തത്? എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കൂടെ കമ്പനി കൂടാൻ വരാത്തത്? എന്തുകൊണ്ടാണ് അവിടെ പോകാത്തത്, ഇവിടെ പോകാത്തത്? പല കാര്യങ്ങളും അത് ദൈവത്തിൻ്റെ വചനത്തിൽ അങ്ങനെ എനിക്കത് ഹൃദയത്തിൽ എനിക്ക് താല്പര്യമില്ല, സന്തോഷമില്ലാത്ത കാര്യമാണ്. അങ്ങനെയുള്ള പല കാര്യങ്ങളും. അപ്പം കുറെ കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല, ഈ സഹോദരിയോ എന്ത് പറഞ്ഞാലും ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ, അതുണ്ടെങ്കിൽ ഇവരെ കിട്ടത്തുള്ളതെന്നുള്ളൊരു കാര്യം കഴിയും. അതാ യേശു പറയുന്നത്. അതാ 14:31 എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നുവെന്നും ലോകം അറിയട്ടെ. അതായിരിക്കണം ഒരു ക്രിസ്തു. കർത്താവിൻ്റെ സാക്ഷ്യം അതായിരുന്നു. കർത്താവിൻ്റെ ഒരു ശിഷ്യൻ്റെ സാക്ഷി. കർത്താവെ എന്നെ കാണുന്നവർ, കർത്താവെ എൻ്റെ കുടുംബത്തെ കാണുന്നവർ, നമ്മുടെ സഭയെ കാണുന്നവരെല്ലാം കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം. കർത്താവ് പറഞ്ഞ എങ്ങനെയാണോ അത് തന്നെ അനുസരിക്കാനായിട്ട് മുന്നോട്ടായിരുന്നൊരു കൂട്ടം. കർത്താവെ അതുപോലെ നമ്മളെ ആക്കി തീർക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ കർത്താവ് പറയുന്നത്? അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയുവാണ്, എഴുന്നേൽപ്പിൻ, നാം പോവുക. കർത്താവ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. അന്ത്യത്താഴത്തിൻ്റെ അപ്പർ റൂം, അല്ലെങ്കിൽ ഒരു മാളിക റൂം, അല്ലെങ്കിൽ ഒരു ഓപ്പൺ ടെറസോ, അല്ലെങ്കിൽ ഒരു മൂടിയ ഒരു ടെറസോ എങ്ങാണമായിരുന്ന ഒരു കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിലായിരുന്നു ഈ അന്ത്യത്താഴം അവർ കൂടിയിരുന്നതെന്നൊക്കെ നമ്മൾ മാർക്കോസ് 14 അധ്യായത്തിലൊക്കെ നമ്മളത് വായിക്കുന്നുണ്ട്. ഒരു വെൽ ഫർണിഷ്ഡ് ആയിട്ട് ഒരു അപ്പർ റൂമിലായിരുന്നു അന്ന് അവർ. കർത്താവിൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പോകുമ്പോൾ ഇന്നൊരാളെ കാണും, ഇന്നൊരാൾ കുടം പിടിച്ച ഒരാൾ മുമ്പോട്ട് പോകും, അയാളെ പിന്തുടർന്ന് പോകണം. അയാൾ കയറി ചെല്ലുന്ന ഹൗസിൻ്റെ ഓണറിനോട് നിങ്ങളിങ്ങനെ പറയണം, ഞങ്ങളുടെ ഗുരുവിനെ ഇതുപോലെ ശിഷ്യന്മാരോടൊപ്പം പെസഹ ആചരിക്കാനുള്ള സ്ഥലം എവിടെയെന്ന് ചോദിക്കണം. അപ്പം അവരത് പറഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കോസിലും മത്തായിലും എല്ലാം നമ്മൾ ബത്ഫഗയിൽ നിന്ന് കർത്താവ്, ബത്ഫഗ എന്ന് പറയുന്നത് ഒലിവ് മല, അതായത് യെരുശലേം എന്ന് പറയുമ്പോൾ സൗത്ത് ഇസ്രയേൽ, സദേൺ ഇസ്രയേലിൽ വരും. കർത്താവൊക്കെ വളർന്നതൊക്കെ നസ്രയത്തിൽ, നോർത്തേൺ ഇസ്രയേൽ, ഗലീലിയയിലുള്ള നസ്രയത്തിൽ ഗലീലിയക്കാരനായിരുന്നു. അവരൊക്കെ നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ എന്ന് പറയുന്നത് പോലെ ഗലീലിൽ നിന്ന് അവർ ഈ പെസഹ ഒക്കെ ആയപ്പോഴത്തേക്ക് യെരുശലേം ദേവാലയം, യെരുശലേം എന്ന് പറയുന്നത് യഹൂദിയയിലുള്ള, സദേൺ ഇസ്രയേലിലുള്ള യഹൂദിയയിലുള്ള യെരുശലേമിലേക്ക് വരിക. യെരുശലേമിൻ്റെ കിഴക്ക് വശത്തായിട്ടാണ് ഈ ഒലിവുമല. ഒലിവുമലയുടെ താഴ്വാരത്തിലാണ് ബദനിയും ബത്ഫഗയും എന്നുള്ളത്. ആ ബത്ഫഗയിൽ നിന്നാണ് കർത്താവ് ശിഷ്യന്മാരെ, രണ്ട് ശിഷ്യന്മാരെ പറഞ്ഞയച്ച് അപ്പോൾ ഇങ്ങനെ മാളിക മുറി ഒരുക്കുന്ന കാര്യമൊക്കെ പറയുന്നത്. അന്ന് രാത്രിയിൽ കർത്താവ് ശിഷ്യന്മാരുമായിട്ട് വന്ന് ഈ അപ്പർ റൂമിൽ കർത്താവ് അന്ത്യത്താഴം കഴിക്കുന്നതും അതിനുശേഷം കർത്താവ് എഴുന്നേൽപ്പിൻ, അതായത് നമ്മൾ 31-ാമത്തെ വാക്യത്തിൽ ഗെറ്റപ്പ്, എഴുന്നേൽപ്പിൻ, നാം പോവുക എന്ന് പറയുമ്പോൾ അവിടെ ഒരുപക്ഷെ കർത്താവ് അവിടെ നിന്ന് നമ്മൾ ബാക്കിയുള്ള സുവിശേഷങ്ങൾ വായിക്കും. നമ്മളിവിടെ ഒരു വിരൽ വെച്ച് മത്തായിയുടെ സുവിശേഷം 26:30 നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ഒരു പാട്ടും കൂടെ കർത്താവ് അവരെല്ലാം കൂടെ പാടിയതായിട്ടാണ് നമ്മൾ കാണുന്നത്. പാട്ടും കൂടെ പാടിയിട്ട് പാട്ടും പാടിപ്പോയി എന്ന് പറയുന്നില്ലേ, ഇവരെങ്കിലും പാട്ടും പാടിയത്. മത്തായി 26:30 വാക്യത്തിൽ പിന്നെ അവർ സ്തോത്രം പാടി, ഒരു സ്തോത്രഗീതം, ഒരു സ്തോത്രഗീതം പാടി, നന്ദിയുടെ സോങ് ഓഫ് താങ്ക്സ് ഗിവിങ് പാടി ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. അപ്പം
ലാസ്റ്റ് സപ്പർ അവർ ഇതുപോലെ ഒരു അപ്പർ റൂമിലാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ട് അവിടുന്ന് അവർ ഒലിവുമലയ്ക്ക് പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ ഒലിവുമലയ്ക്ക് പോയി ആ ഒലിവുമലയുടെ താഴ്വാരത്തിലുള്ള, പിന്നെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ആ ഒലിവുമലയുടെ താഴ്വാരത്തിലുള്ള ഒരു കിദ്രോൺ തോടുണ്ടായിരുന്നു. അതാ നമ്മൾ ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് യോഹന്നാൻ 18 നോക്കുവാണെങ്കിൽ ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കെദ്രോൺ തോട്ടിന് ഒരു തോട്, കുറച്ചൊരു വെള്ളം ഒഴുകി പോകുന്ന ഒരു കെദ്രോൺ തോട്ടിന് അക്കരയ്ക്ക് പോയി അവിടെ ഒരു തോട്ടം, അതായത് ഗെത്സമനെ തോട്ടം, അവിടെ ശിഷ്യന്മാരുമായിട്ട് കടന്നു. ഗെത്സമനെ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന രംഗമൊക്കെ പിന്നെ നമ്മൾ ബാക്കിയുള്ള സുവിശേഷങ്ങൾ വായിക്കുന്നുണ്ട്. അവിടെ കർത്താവ് അറസ്റ്റഡ് ആയിട്ടാവുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒലിവുമലയിലേക്ക് പോയി. അപ്പോൾ ഒലിവുമലയിലേക്ക് പോകുന്ന സമയത്തോ ഒലിവുമലയിലോട്ട് എത്തിയതിനു ശേഷമോ ആയിരിക്കണം കർത്താവ് പിന്നെ 15-ാം അധ്യായത്തിലെ ഈ മുന്തിരിവള്ളിയും കൊമ്പുകളുടെയും വലിയ ഉദാഹരണം നമ്മളെപ്പോഴും ആ പോർഷൻ നമുക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായിട്ടുള്ളൊരു പോർഷനം. യോഹന്നാൻ 15-ാം അധ്യായം, കർത്താവിൽ വസിക്കുക, കർത്താവ് നമ്മളിൽ വസിക്കും എന്നൊക്കെ പറയുന്ന മുന്തിരിവള്ളി, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണെന്നൊക്കെ പറയുന്ന ആ പോർഷൻ നമ്മൾ യോഹന്നാൻ 15-ന്റെ 1-ാമത്തെ വാക്യത്തിൽ കാണുമ്പോൾ അത് ഒരുപക്ഷെ കർത്താവ് ഒലിവുമലയിലേക്ക് എത്തിയതിനു ശേഷം പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ ഒലിവുമലയിലേക്ക് പോകുന്ന വഴിയിലായിരിക്കാം. അവിടെ ഒരുപക്ഷെ പോകുന്ന വഴിയിലോ അല്ലെങ്കിൽ അവിടെ ഒലിവുമലയിൽ എത്തിയിട്ടോ എന്ത് കണ്ടു കാണാം, അവിടെ കുറേ മുന്തിരിയൊക്കെ കണ്ടു കാണാം. അപ്പോൾ കർത്താവ് എപ്പോഴും ഇങ്ങനെ പ്രകൃതിയിലേക്ക് നോക്കി ഉദാഹരണങ്ങൾ പറയുന്ന ആകാശത്തിലെ പറവുകളെ നോക്കി, വലിയ ലില്ലി പുഷ്പങ്ങളെ നോക്കി എന്നൊക്കെ പറയുമ്പോൾ വെറുതെ അവിടെ ബോർഡെ വരച്ച് പറയുമായിരിക്കത്തില്ല. അവിടെ ആകാശത്തിലെ പറവുകളെയൊക്കെ കാണിച്ചുകൊണ്ട്, വലിയ ലില്ലി പുഷ്പങ്ങളെയൊക്കെ കാണിച്ചുകൊണ്ട് കർത്താവ് അവരോട് പല ഉപമകളിലും അവർക്ക് സാധാരണക്കാർക്ക് അവിടുത്തെ അവിടെ സാധാരണ മുക്കുവന്മാരായിരുന്ന ആ പ്രിയ സഹോദരങ്ങൾക്കെല്ലാം മനസ്സിലാവുന്ന ഭാഷയിൽ കർത്താവ് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യം നമ്മളിവിടെ കാണുന്നത്. യോഹന്നാൻ 15-ന്റെ 5-ലേക്ക് 15-ന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വായിക്കും, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. അപ്പോൾ അത് ഈ ഒലിവുമലയുടെ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മളത് പറഞ്ഞപ്പം ആ ഒലിവുമല എന്ന് പറയുന്നത് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഒരുപാട് തവണ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ വചനത്തിൽ തന്നെ ഈ ഒലിവെന്നുള്ള ആ ഒരു ആദ്യം തന്നെ ആ പദം വരുന്നതൊക്കെ നമ്മൾ ഉൽപ്പത്തി 8:11 നമ്മൾ 2 ആഴ്ച മുമ്പ് പറഞ്ഞായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ അവിടെ നോഹ പെട്ടകം വെള്ളമൊക്കെ താണോന്ന് അറിയാൻ വേണ്ടി പ്രാവിനെയും കാക്കയൊക്കെ അയക്കുന്നു. അപ്പം പ്രാവ് എന്തും കൊണ്ട് വരുന്നു? ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഒലിവിൻ്റെ ഇലയും കൊണ്ട് വരുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പം ആ ഒലിവ് ഒരു സമാധാനത്തിൻ്റെ പ്രത്യാശയുടെ ഒരു ചിഹ്നമായിട്ട് നമ്മൾ വചനത്തിൽ നമ്മൾ അങ്ങനെ ഒലിവിലയെക്കുറിച്ചും ഒക്കെ നമ്മൾ വായിക്കുന്നേ. അതിനുശേഷം പിന്നെ ഒലിവ് മരങ്ങളെക്കുറിച്ചും ഒലിവ് മരങ്ങളിൽ നിന്നുള്ള ആ ഒരു എണ്ണ വെച്ചാണ് അന്നത്തെ ഇസ്രായേലിലെ രാജാക്കന്മാരെയും പുരോഹിതന്മാരെയൊക്കെ അഭിഷേകം ചെയ്തതായിട്ടാണ് പറയുന്നത്. ഇപ്പം യെരുസലേമിൻ്റെ കിഴക്ക് വശത്തായിട്ടാണ് ഈ ഒലിവുമല ഉള്ളതായിട്ട് നമ്മൾ കാണുന്നത്. ഇപ്പോഴും ആ ഒലിവുമലയുണ്ട്. ഒലിവുമലയുടെ ഇനിയും ഒരു പ്രാധാന്യമുള്ള എപ്പോഴാണെന്ന് വെച്ചാൽ കർത്താവിൻ്റെ 2-ാമത്തെ വരവിൽ കർത്താവ് എവിടെ വന്നാൽ കാലുകുത്തുന്നതെന്ന് വെച്ചാൽ ഈ ഒലിവുമലയിൽ വന്നാൽ കാലുകുത്തുന്നത്. ആദ്യം ഈ ഭൂമിയിൽ എവിടെ കർത്താവ് കാലുകുത്താൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഒലിവുമലയിലായിരിക്കും കർത്താവ് കാലുകുത്താൻ പോകുന്നത്. ഞാനല്ല പറയുന്നത്, എവിടെ സെക്കരിയാവ് 14-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ അവിടെ ഒരു പ്രവചനമുണ്ട്. അത് കർത്താവ് 2-ാമത് വരുമ്പോൾ കർത്താവ് ഒലിവുമലയിലാണ് കാലുകുത്താൻ പോകുന്നത്. കർത്താവ് എവിടുന്നാ ഉയർത്തെഴുന്നേറ്റെന്ന് ചോദിച്ചാൽ ഇവിടുന്ന്, അതും ഈ ഒലിവുമലയിൽ നിന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റ്. നമ്മൾ അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മളത് കാണുന്നുണ്ട്. കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നത് 1:12 സ്വർഗാരോഹണം ചെയ്ത്, ഉയർത്തെഴുന്നേൽക്കുകയല്ല, സ്വർഗാരോഹണം ചെയ്ത്. കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കല്ലറയിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 40ഓളം ദിവസങ്ങൾ കർത്താവ് എല്ലാവർക്കും പ്രത്യക്ഷപ്പെട്ടിട്ട് പിന്നെ സ്വർഗത്തിലേക്ക് കയറിപ്പോയത്, സ്വർഗാരോഹണം ചെയ്ത് അസെൻഡ് ചെയ്തത് ആ ഒലിവുമലയിൽ നിന്നാണ് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. പിന്നെ കർത്താവിൻ്റെ ശുശ്രൂഷയിലും ആ ഒലിവുമലയുടെ കാര്യമൊക്കെ നമ്മൾ കർത്താവ് യെരുസലേമിൽ ആ കൂടാര പെരുന്നാളിൻ്റെ സമയത്ത് ചെന്ന് പ്രസംഗിക്കുകയൊക്കെ ചെയ്തു. അദാഹിക്കുന്ന ഏവൻ എൻ്റെ അടുക്കൽ വരട്ടെ, വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന് നദികൾ ഒഴുകും എന്നൊക്കെ പറയുന്ന ആ വലിയ ആ ഒരു ഉത്സവത്തിന് 3-ാം നാളിൽ സംസാരിക്കുന്നതൊക്കെ നമ്മൾ യോഹന്നാൻ 7-ാം അധ്യായത്തിൽ കണ്ടിട്ട് 7-ാം അധ്യായത്തിൻ്റെ അവസാനം എല്ലാവരും അവൻ്റെ വീട്ടിലോട്ട് പോയി. കർത്താവ് ഇങ്ങോട്ട് പോയി, കർത്താവിനെ ആരും വിളിച്ചില്ല. അപ്പം അതുകൊണ്ട് കർത്താവ് ഈ ഒലിവുമലയിലേക്ക് പോയതായിട്ട് നമ്മൾ സാക്ഷ്യം തരുന്ന പലപ്പോഴും ആ പോർഷൻ എന്നോട് ദൈവം പുതിയതായിട്ട് സംസാരിച്ച കാര്യം. അതായത് കർത്താവിന് അവിടെ ഒരു പരാതിയോ കുറുവറുപ്പൊന്നും ഇല്ല. എല്ലാവരും വലിയ സ്പീക്കറായിട്ട് കർത്താവിനെ വിളിച്ചുകൊണ്ട് വന്നു. വലിയ പ്രസംഗമൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഈ പ്രസംഗം എവിടെ പോയി വിശ്രമിക്കും എന്നുള്ള കാര്യമൊന്നും ആരും ചിന്തിച്ചില്ല കർത്താവ്. പക്ഷേ ആരോടും പരാതിയോ പരിഭവമൊന്നും പറയാതെ ചെന്ന് ഒലിവുമലയിൽ ചെന്ന് അവിടെ നല്ല ഓപ്പൺ സ്കൈ, നല്ല അവിടെ പാറക്കെട്ടുകൾ,
അവിടെ കർത്താവ് അവിടെ അന്ന് വിശ്രമിച്ച് ഉറങ്ങിക്കാണും. കർത്താവ് യേശു ഒലിമലയിലേക്ക് പോയതായിട്ട് നമ്മളവിടെ യോഹന്നാൻ 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. പിന്നെ കർത്താവിൻ്റെ ആ അവസാന ആഴ്ചയിൽ നമ്മൾ യോഹന്നാൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടായിരുന്നു, ലൂക്കോസ് 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് കർത്താവ് വീണ്ടും വീണ്ടും ഓരോ ദിവസവും പഠിപ്പിച്ചിട്ട് എങ്ങോട്ട് വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ലൂക്കോസ് 21-ാം അധ്യായത്തിലല്ലേ, അതെ 21-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ, ലൂക്കോസ് 21:37 അവൻ ദിവസേന പകൽ ദേവാലയത്തിൽ, യെരുശലേം ദേവാലയത്തിൽ, അതായത് കർത്താവിൻ്റെ അവസാനത്തെ ആഴ്ചയിലുള്ള കാര്യമാണ് പറയുന്നത്, യെരുശലേം ദേവാലയത്തിൽ ഉപദേശിച്ചു തോന്നുന്നു രാത്രി ഒലിവുമലയിൽ പോയി പാർക്കും. ജനമെല്ലാം അവൻ്റെ വചനം കേൾക്കേണ്ടതിന് അധികാലത്ത് ദേവാലയത്തിൽ അവൻ്റെ അടുക്കൽ വരും. അത് കഴിഞ്ഞിട്ട് 22-ാമത്തെ വാക്യത്തിലാണ് കർത്താവിൻ്റെ ഇതിനുള്ള ഗൂഢാലോചനയും പിന്നെ അന്ത്യത്താഴത്തെക്കുറിച്ചൊക്കെ ലൂക്കോസ് 22-ലാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ആ ഒരു ഒലിവുമലയിൽ ഇങ്ങനെ, അപ്പോൾ ഒലിവുമല എന്ന് പറയുന്നത് കർത്താവിനൊട്ടും പരിചയമില്ലാത്ത സ്ഥലമല്ല, വളരെ പരിചിതമായിട്ടുള്ള സ്ഥലം കർത്താവിൻ്റെ ശുശ്രൂഷയിലും പിന്നെ പഴയ നിയമത്തിലും എല്ലാം. പിന്നെ ഈവൻ കർത്താവ് ഈ ശിഷ്യന്മാരോട് തൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചൊക്കെ അവസാന കാലത്തെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിക്കുകയും ഉത്തരം പറയുകയൊക്കെ ചെയ്യുന്നത് ഈ ഒലിവുമലയിൽ ഇരുന്നപ്പോഴാണ് ചോദിച്ചതെന്നുള്ള കാര്യം നമ്മൾ ലൂക്കോസ് 21-ാം അധ്യായത്തിൻ്റെ തന്നെ അതിൻ്റെ 5-ാമത്തെ വാക്യം മുതൽ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അത് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുവാണെങ്കിൽ മത്തായി 24, അതേ പോർഷൻ തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ മത്തായി 24 നമ്മൾ വായിക്കുമ്പോൾ അവിടെ അവർ ഒലിവുമലയിൽ ഇരുന്നപ്പോൾ കർത്താവിനോട് ചെന്ന് ചോദിച്ചതായിട്ട് നമ്മളവിടെ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം അതെ 24:3 അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്ന് അതെപ്പോൾ സംഭവിക്കും, ഇത് കല്ലുമേ കല്ല് ശേഷിക്കാതെ വരുമെന്ന് പറഞ്ഞപ്പോൾ അത് എപ്പോൾ സംഭവിക്കും എന്നുള്ള കാര്യം, അത് ഒലിവുമലയിൽ എന്നുള്ള കാര്യം മത്തായി 24:3 നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മളിപ്പം പിന്നെ നമ്മൾ പഴയ നിയമത്തിലും ഈ ഒലിവ് ചെടിയെക്കുറിച്ചും ഒലിവ് മരങ്ങളെക്കുറിച്ചും ഒക്കെ പല പല വാക്യങ്ങളുള്ളതൊക്കെ നമുക്കറിയാം. നമ്മളെ ദാവീദ് പുത്രനാണല്ലോ യേശു കർത്താവ്. ദാവീദ് അബ്സലോം ഒക്കെ തൻ്റെ മകൻ തനിക്കെതിരെ മത്സരിക്കുന്ന സമയത്ത് ഒലിവുമലയിൽ പോയി കരഞ്ഞതായിട്ടൊക്കെ നമ്മൾ ഒരു 2 സമൂവേൽ 15:30 നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അതേ ഇടത്തു നിന്ന് തന്നെയാണ് പിന്നീട് ദാവീദ് പുത്രനായ കർത്താവ് ശുശ്രൂഷിക്കുന്നതും പിന്നീട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതും ഇനി കർത്താവ് രണ്ടാമത് വരാൻ പോകുന്നതും. ഇവിടെ യെരുശലേമിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് ഉള്ള ആ മല, ഒലിവുമല, അതൊരു ചരിത്ര പ്രാധാന്യമുള്ള വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം അതിലേക്ക് നമ്മളിപ്പം നമ്മളിപ്പം ആണ്ടുകൂടെ എത്തി കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കൂടെ. നമ്മളിപ്പം തലേദിവസം രാത്രിയിൽ നമ്മൾ ഒലിവുമലയിലെത്തി. അപ്പോൾ ഒലിവുമലയിൽ എത്തുന്ന ആ സമയത്ത് കർത്താവ് പറയുന്ന ആ വാക്യത്തിലേക്ക് നമുക്ക് വരാം. എന്താ? യോഹന്നാൻ 15:1 വാക്യം, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. കർത്താവ് പറയുക, ഞാനാണ്. ഒത്തിരി മുന്തിരിവള്ളി ഉണ്ട്, എന്നാൽ യഥാർത്ഥത്തിലുള്ളൊരു മുന്തിരിവള്ളി ആരാണെന്ന് ചോദിച്ചാൽ ഞാനാണ്. ഇസ്രയേലിനെ മുന്തിരിത്തോട്ടത്തോട് ഉപമിക്കുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ യെശയ്യാവിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് പെട്ടെന്നൊന്ന് വരുവാണെങ്കിൽ അവിടെ ഇസ്രയേൽ ഗൃഹത്തെ തന്നെ മുന്തിരിത്തോട്ടത്തോടെ ഉപമിച്ചിരിക്കുന്നത്. അപ്പം മുന്തിരിവള്ളിയുടെ ഉപമ, മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ അത് കർത്താവ് യഥാർത്ഥത്തിൽ ഇസ്രയേലിനെ മുന്തിരിത്തോട്ടത്തോട് ഉപമിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ ഫലം കായ്ക്കുന്ന മുന്തിരിവള്ളി താനാണെന്ന് കർത്താവ് പറയുക. യെശയ്യാവ് 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിലെ സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രയേൽ ഗൃഹവും അവൻ്റെ മനോഹരമായ നടുതല യഹൂദ പുരുഷന്മാരുമാകുന്നു നമ്മളവിടെ വായിക്കുന്നത്. എന്നാൽ അതിന് ഒത്തിരി വളവും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഒത്തിരി വേലിയൊക്കെ കെട്ടി വലിയ കാര്യത്തെയൊക്കെ ദൈവം പരിരക്ഷിച്ചു. പക്ഷേ അതിന് തക്കവണ്ണമുള്ള ഫലമൊന്നും ഈ ഇസ്രയേലിൽ നിന്ന് വന്നില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നത്. എന്നാൽ ഇസ്രയേലിനെ മുന്തിരിത്തോട്ടത്തോട് അവിടെ ഉപമിച്ചിരിക്കുന്നു, ഇസ്രയേലിനെ അത്തിമരത്തോട് ഉപമിച്ചിട്ടുള്ളതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ അങ്ങ് സഭയെ അങ്ങ് കർത്താവ് മുന്തിരിവള്ളിയും കൊമ്പുകളും നമ്മളുമായിട്ട് അങ്ങനെ സഭയുടെ ഒരു ഉദാഹരണത്തിലേക്ക് ഈ മുന്തിരിവള്ളിയും കൊമ്പുകളും ഒക്കെ വരുന്നു. എന്നാൽ അത്തിമരം ഇപ്പോഴും ഇസ്രായേലിൻ്റെ ഒരു ഉപമയായിട്ട് തന്നെ നമ്മൾ പുതിയ നിയമത്തിലും കാണുന്നത്. അത്തിമരം തളിർക്കുമ്പോൾ കർത്താവിൻ്റെ വരവെടുത്തു, അതായത് ഇസ്രായേൽ പ്രോസ്പെർ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ വരവെടുത്തു എന്നുള്ള കാര്യം നിങ്ങൾ അറിയണം എന്നൊക്കെ കർത്താവ് അതിൽ നിന്നൊരു ഉപമ പഠിക്കണമെന്നൊക്കെ ഒരു കമാൻഡ്മെൻ്റ് ഒക്കെ നമ്മളോട് അവിടെ ലൂക്കോസ് 21-ാം അധ്യായത്തിലൊക്കെ പറയുന്ന കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ തിരിച്ച് യോഹന്നാൻ 15 വരുമ്പോൾ
സാക്ഷാൽ മുന്തിരിവള്ളി. യുനോ ഇസ്രായേലിനെ മൊത്തം മുന്തിരി തോട്ടമായിട്ടാക്കി. എന്നാൽ അവിടെ ഇസ്രായേലിൻ്റെ യാക്കോബിൻ്റെ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ യാക്കോബിൻ്റെ വംശപരമ്പരയിൽ കർത്താവ് യഹൂദ ഗോത്രത്തിൽ നിന്ന് ദാവീദിന് സന്തതിയായിട്ട് കർത്താവ് ഇവിടെ സാക്ഷാൽ മുന്തിരിവള്ളിയായിട്ട് വന്നിരിക്കുന്നു. എൻ്റെ പിതാവാണ് തോട്ടക്കാരൻ, വൈൻ ഡ്രസ്സർ. അതിനകത്ത് ആ ഫലം ആർക്ക് വേണ്ടിയാണുള്ളതെന്ന് ചോദിച്ചാൽ അത് പിതാവിന് വേണ്ടിയാണ് ഫലം. യേശുവിൻ്റെ ജീവിതത്തിലെ ഫലം ആർക്ക് വേണ്ടിയാണ്? യേശു എല്ലാവർക്കുമായിട്ട് ആ ഫലം പിതാവ് കൊടുത്തു. എന്നാൽ ആർക്ക് വേണ്ടി കർത്താവ് ഫലം കാഴ്ചയെന്ന് ചോദിച്ചാൽ പിതാവിന് വേണ്ടി. പിതാവിന് യേശുവിൻ്റെ ജീവിതം ഒരു സൗരഭ്യവാസനയായിട്ട് എന്നൊക്കെ നമ്മൾ 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന് 14-ാമത്തെ വാക്യത്തിൽ 14-15 വാക്യങ്ങളൊക്കെ നമ്മൾ 2-3 ആഴ്ച മുമ്പ് കണ്ടപ്പോഴും യേശുവിൻ്റെ ജീവിതം ആർക്കാ അത് പ്രാഥമികമായിട്ട് ഒരു ഫലമായിട്ട് തരുന്നത് വെച്ചാൽ പിതാവിന്. നമ്മളുടെ ജീവിതം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫലം കായ്ക്കുന്ന ആർക്ക് വേണ്ടിയാണ്? നമ്മൾ ഫലം കായ്ക്കുന്ന ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഞാൻ എത്ര നല്ല ക്രിസ്ത്യാനി, ഞാൻ എത്ര നല്ല ദൈവവേദൽ, അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ യേശുവിന് വേണ്ടിയാണ് ഫലം കായ്ക്കുന്നത്. നമ്മൾ ആ ഉത്തമഗീതം പുസ്തകമൊക്കെ നമ്മൾ വായിക്കുമ്പോഴും നമ്മുടെ ഫലം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ജീവിതത്തിൻ്റെ ഫലമുണ്ട്, ശുശ്രൂഷയുടെ ഫലമുണ്ട്. ഫ്രൂട്ട് ഓഫ് എ മിനിസ്ട്രി ഉണ്ട്, ഫ്രൂട്ട് ഓഫ് എ ലൈഫ് ഉണ്ട്, ഫ്രൂട്ട് ഓഫ് എ മിനിസ്ട്രി ഉണ്ട്. ഫ്രൂട്ട് ഓഫ് എ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മൾ ഗലാത്യർ 5:22-23 വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തൊക്കെയാണ്? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം, ലവ്, ജോയ്, പീസ്, പേഷ്യസ്. എനിക്ക് ഇംഗ്ലീഷ് കാണാതെ ഫുള്ളൊക്കെ പറയാനൊക്കെ. മലയാളത്തിൽ ലവ്, ജോയ്, പീസ്, പേഷ്യസ്, കൈൻഡ്നസ്, ഗുഡ്നസ്, ഫെയ്ത്ത് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ്, ജെന്റിൽനെസ്, സെൽഫ് കൺട്രോൾ. അപ്പം മലയാളത്തിൽ പറയുമ്പോൾ എന്തൊക്കെയാണ്? ഗലാത്യർ 5:22 ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, പിന്നെ ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത. അവിടെ വിശ്വസ്തത എന്നുള്ളത് വിശ്വാസമൊന്നും കൂടെ ചേർത്ത് നമ്മൾ വായിക്കണം. വിശ്വാസം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ആ പിസ്റ്റസ് എന്നുള്ള ഗ്രീക്ക് പദം നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ അത് വിശ്വാസം എന്ന് ആണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ട്രാൻസ്ലേഷൻ. വിശ്വസ്തത എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുക. വിശ്വാസവും വിശ്വസ്തതയും സൗമ്യതയും ഇന്ദ്രിയജയവും അതെല്ലാം അതായത് ഒരു വാക്യം പറഞ്ഞാൽ കർത്താവിൻ്റെ സ്വഭാവം. അതാണ് സ്നേഹവും സന്തോഷവും സമാധാനവും. ഇന്ന് ലോകത്തില്ലാത്ത കാര്യങ്ങളൊക്കെ അത് ആരോ പറഞ്ഞതുപോലെ എന്തെങ്കിലും വില കൊടുത്ത് വാങ്ങാൻ പറ്റുമായിരുന്നെങ്കിൽ ആദ്യം ആൾക്കാർ ചെയ്യുന്ന സമാധാനം വാങ്ങിച്ചത്. എന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ സമാധാനമില്ല, ബാക്കിയെല്ലാം ഉണ്ട്. എന്താ വീട്ടിലൊരു ഡോക്ടർ എന്തൊക്കെ ഉണ്ടല്ലോ, പക്ഷെ എന്താ ഒരു സമാധാനമില്ല എന്നാണ് ആൾക്കാർ വന്ന് പറയുന്നത്. അപ്പം സ്നേഹമില്ല, സന്തോഷമില്ല, സമാധാനമില്ല എന്ന് യേശു കർത്താവിൽ നമ്മൾ വസിക്കുമ്പോൾ വരുന്ന ഫലമായിട്ടാണ് നമ്മളിപ്പോൾ താഴോട്ട് നമ്മളിനിയിപ്പോൾ വായിക്കാൻ പോകുമ്പോഴൊക്കെ അവർ ജീവിതത്തിൻ്റെ ഫലമുണ്ട്. അതാണ് ഈ കർത്താവിൻ്റെ സ്വഭാവം. സ്നേഹവും നമ്മൾ ഓരോന്നിൻ്റെയും ഡെഫിനിഷൻ നമ്മൾ എങ്ങോട്ട് നോക്കണമെന്ന് വെച്ചാൽ യേശുവിലേക്ക് നോക്കണം. ഗലാത്യർ 5:22 സ്നേഹം എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ സ്നേഹം, യേശുവിലുള്ള ആ ഒരു സന്തോഷം, യേശുവിൻ്റെ ആ സമാധാനം. ഇതൊക്കെ പ്രതികൂലങ്ങളൊക്കെ വന്നപ്പോഴും കർത്താവ് വളരെ സമാധാനത്തോടെ ഒരു കുലുക്കവും ഇല്ലാതെ, പാലം കുലുക്കാനൊക്കെ ഇളം കുലുക്കുന്നില്ലെന്ന് പറഞ്ഞതുപോലെ കർത്താവ് ഒന്നിനും ഒരു കുലുക്കവും ഇല്ലായിരുന്നു. കർത്താവിന് വളരെ സ്വസ്ഥതയോടെ സമാധാനത്തോടായിരുന്നു. പിന്നെ കർത്താവിന് ദീർഘക്ഷമ. എല്ലാവരും പഴിക്കുകയോ ദുഷിക്കുകയോ നിന്ദിക്കുകയൊക്കെ ചെയ്യുന്നത് കർത്താവ് വളരെ പേഷ്യൻ്റ് ആയിരുന്നു. വളരെ ക്ഷമ, ദീർഘക്ഷമ. ആ ഒരു ദീർഘക്ഷമ അതിനോട് ചേർന്ന് വരുന്ന ഒരു പദവ സഹിഷ്ണുത. എന്തൊക്കെ ട്രയൽസൊക്കെ വന്നാലും എന്തൊക്കെ പ്രതിസന്ധികളൊക്കെ വരുമ്പോഴും അവിടെയൊന്നും കർത്താവൊന്നും നിരാശപ്പെട്ട് മടുത്തു പോകും. ഇനിയിപ്പോൾ എന്തിനാ ജീവിച്ചിട്ട്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തിനാ എന്നുള്ളൊരു അങ്ങനെ ഒരു നിരാശയുടെ ഒരു വാക്കോ പരാതിയുടെ ഒരു വാക്കോ ഇല്ലാതെ ഒരു ദീർഘക്ഷമയോടെ ശിഷ്യന്മാരിൽ നിന്ന് തന്നെ പലപ്പോഴും വളരെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അവരുടെ അവിശ്വാസവും കാര്യങ്ങളൊക്കെ കാണുമ്പോഴൊക്കെ പോലും കർത്താവിൻ്റെ ആ ഒരു ക്ഷമയും, കർത്താവ് അവരെ ശാസിക്കുന്നുണ്ട്, സ്നേഹത്തോടെ ശാസിക്കുന്നുണ്ടെന്ന് കർത്താവിൻ്റെ ക്ഷമ നഷ്ടപ്പെട്ടു പോകുന്നില്ല. അതാ നമ്മൾ കാണുന്നത് ദീർഘക്ഷമ, ദയ, ആ ഒരു കൈൻഡ്നസ്, കൃഷരോഗിയെ പോലും തൊട്ട് സുഖമാക്കുന്ന കർത്താവിൻ്റെ ഒരു കൈൻഡ്നസ്. കർത്താവ് ബാക്കിയുള്ളവരുടെ ആ ഒരു സഫറിങ് ഒക്കെ കാണുമ്പം, ആരുടെയെങ്കിലും ഒരു പ്രയാസവും ഒക്കെ കാണുമ്പോൾ കർത്താവ് അവരുടെ കൂടെ ലാസറസിനെ കല്ലറൊക്കെ വന്നിരുന്നെങ്കിൽ കരയുന്ന കർത്താവ്. അതുപോലെ ഒരു കർത്താവിൻ്റെ കൈൻഡ്നസ്, ദയ, പരോപകാരം, അതായത് ഗുഡ്നസ്, നന്മ. പരോപകാരം അല്ലെങ്കിൽ നന്മയെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അഗതോസ് എന്ന് പറയുന്നൊരു പദമാണ് നന്മ, ഗുഡ്നസ്, പരോപകാരം. മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുന്നൊരു കാര്യം, പരനുപകാരം ചെയ്യുന്നത് പരോപകാരം. മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് കർത്താവ് ചുറ്റി സഞ്ചരിച്ച് നടന്നു എന്നൊക്കെ നമ്മൾ ഇവിടെ വായിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 10:38 വായിക്കുന്നുണ്ട്. കർത്താവ് എവിടെ പോയാലും മറ്റുള്ളവർക്ക് എന്ത് നന്മ ചെയ്യാനൊക്കെ പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും നന്മ. ഇപ്പം നമുക്ക് ചിലപ്പോൾ ഹീലിംഗ് ഗിഫ്റ്റോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല, പക്ഷേ ഇപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാനൊക്കെ, നല്ല വാക്ക് പറയാനൊക്കെ, നമുക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, നന്മ ചെയ്യുന്നു.
പിന്നെന്താ വിശ്വാസം, വിശ്വസ്തത. കർത്താവിൻ്റെ വിശ്വാസം, എല്ലാത്തിനും പിതാവിനെ വിശ്വസിച്ചു, പിന്നെ എല്ലാത്തിനും വിശ്വസ്തനായിട്ടിരുന്ന കർത്താവ്. കർത്താവിൻ്റെ ഒരു സൗമ്യത, ഞാൻ താഴ്മയും സൗമ്യതയുള്ളവനാകിയാൽ, സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ ഇതിൽ നിന്ന് പഠിപ്പിന്നൊക്കെ കർത്താവ് മത്തായി 11:29 പറഞ്ഞു. പിന്നെ ഇന്ദ്രിയജയം, കർത്താവിന് അങ്ങനെ കർത്താവിന് പെട്ടെന്ന് ടെമ്പർ നഷ്ടപ്പെട്ട് പെട്ടെന്ന് അങ്ങ് ദേഷ്യപ്പെടുന്നതോ അങ്ങനെയൊന്നും കാണുന്നില്ല. കർത്താവ് ഇവൻ ജെറുസലേമിൽ ആ ദേവാലയം ശുദ്ധമാക്കുമ്പോൾ പോലും കർത്താവിൻ്റെ ടെമ്പർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സെൽഫ് കൺട്രോൾ പോയതുകൊണ്ടല്ല, മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഒരു തീക്ഷ്ണതയിൽ കർത്താവ് അത് വളരെ കൺട്രോൾഡായിട്ട് ചെയ്തൊരു കാര്യമാണ്. അപ്പം ഓരോ സമയത്തും എങ്ങനെ പെരുമാറണം, ഓരോന്നും സെൽഫ് കൺട്രോൾ, കർത്താവിൻ്റെ നാവ് നിയന്ത്രിക്കുന്ന കാര്യത്തിലും കണ്ണ് നിയന്ത്രിക്കുന്ന കാര്യത്തിലും എന്ത് കേൾക്കണം, എന്ത് പറയണം, എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിൽ തന്നെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത ഒരു ഇന്ദ്രിയജയം കർത്താവിനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫ്രൂട്ട്, അതാണ് ഫ്രൂട്ട് ഓഫ് എ ലൈഫ്. പിന്നെ ഫ്രൂട്ട് ഓഫ് എ മിനിസ്ട്രി, നമ്മളുടെ ജീവിതത്തിൽ നിന്ന് വേറൊരാൾക്ക്, നമ്മളുടെ കുടുംബത്തിലുള്ളവർക്ക് പ്രാഥമികമായിട്ട്, പിന്നെ നമ്മുടെ സഭയിലുള്ളവർക്ക്, നമ്മുടെ ജോലി സ്ഥലത്തുള്ളവർക്ക്, നമ്മുടെ ദേശത്തുള്ളവർക്ക്, അയൽവക്കത്തുള്ളവർക്കൊക്കെ നമ്മളിൽ നിന്നൊരു പ്രയോജനം വരുമ്പോൾ, നമ്മളിൽ നിന്ന് ഒരു ആത്മീയമായ ഒരു പ്രയോജനം ബാക്കിയുള്ളവർക്ക് കിട്ടുമ്പോൾ ദാറ്റ് ഈസ് എ ഫ്രൂട്ട് ഓഫ് എ മിനിസ്ട്രി. അപ്പോൾ അതിലൂടെ മറ്റുള്ളവരെ കർത്താവിലേക്ക് നമ്മൾ ആകർഷിക്കുന്നു, ചിലരെ നമ്മൾ കർത്താവിലേക്ക് നടത്തുന്നു, ചിലർ ഓൾറെഡി കർത്താവിലുള്ളവരെ നമ്മൾ കർത്താവിൽ കുറച്ചുകൂടെ ഉറപ്പിക്കുന്നു. അപ്പോൾ ആ ഒരു ഫ്രൂട്ട് ഓഫ് എ മിനിസ്ട്രി എന്ന് പറയുമ്പോൾ ഇവാഞ്ചലിസ്റ്റിക് മിനിസ്ട്രി ഉണ്ട്, ചേർച്ച് പ്ലാന്റിംഗ് മിനിസ്ട്രി അല്ലെങ്കിൽ ഡിസൈപ്പിൾഷിപ്പ് മിനിസ്ട്രി ഉണ്ട്. ഇവാഞ്ചലിസ്റ്റിക് മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ കർത്താവിനെ അറിയാത്ത ഒരാൾ വിണ്ടുജനത്തിലേക്ക് അവരെ നടത്തുന്നു, ഇതുവരെ കർത്താവിനെ അറിഞ്ഞിട്ടില്ലാത്ത ഒരാളെ കർത്താവിലേക്ക് നടത്തുന്ന ഒരു മിനിസ്ട്രി ഉണ്ട്. പിന്നെന്താ, ഓൾറെഡി അറിഞ്ഞിട്ടുള്ളവരെ കർത്താവിൻ്റെ എല്ലാ കൽപ്പനകളും അനുസരിക്കുന്ന ശിഷ്യന്മാരാക്കി അവരെ ഒരുമിച്ചൊരു സഭയാകുന്ന ശരീരമായിട്ട് പണിയുന്ന ഡിസൈപ്ലിംഗ് ആൻഡ് ചേർച്ച് പ്ലാന്റിംഗ് മിനിസ്ട്രി ഉണ്ട്. അപ്പോൾ ഏതായാലും ദാറ്റ് ഇസ് എ ഫ്രൂട്ട് ഓഫ് എ മിനിസ്ട്രി. അപ്പം ഇതിൽ ഏത് ഫ്രൂട്ട് വേണമെങ്കിലും എങ്ങനെ ദ സീക്രട്ട് ഓഫ് ക്രിസ്ത്യൻ ഫ്രൂട്ട്ഫുൾനെസ് പറയുന്ന ഒരു പാസേജ് ആയിട്ടാണ് നമ്മൾ ഈ യോഹന്നാൻ 15 ആദ്യത്തെ 11 വാക്യങ്ങളൊക്കെ എസ്പെഷ്യലി നമ്മൾ കാണുന്നത്. അപ്പം ആ ഒരു നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നൊരു ഫ്രൂട്ട് വേണമെങ്കിൽ ഈ കർത്താവിലേക്ക് നോക്കിയാൽ മതി. കർത്താവാണ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഫലം കായ്ച്ചത്. മാക്സിമം ഒരു മനുഷ്യനെ കായ്ക്കാൻ പറ്റുന്നതിന് മാക്സിമം ഫലം കായ്ച്ച കർത്താവാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കർത്താവ് താഴോട്ട് ഇതിൽ കായ്ക്കാത്ത കൊമ്പിനെ കുറിച്ചൊക്കെ കർത്താവ് പറയുന്നുണ്ട്. അപ്പം ഇവിടെ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി ആകുന്നു, ഐ ആം ദ ട്രൂ വൈൻ, ഐ ആം. കർത്താവിൻ്റെ പ്രധാനമായിട്ട് 7 ഐ ആം സ്റ്റേറ്റ്മെൻറ്റ്സാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നത്. ഐ ആം ഹു ഐ ആം എന്ന് ആരാ തന്നെ പരിചയപ്പെടുത്തി? മോശയോട് യഹോവയായ ദൈവം മോശയോട് പറയുക, നീ ചെന്ന് ഇസ്രായേൽ ജനത്തോട് ഇതൊക്കെ പറയുമ്പോൾ, അപ്പോൾ ആരാ ഈ ദൈവത്തിൻ്റെ പേരെന്താന്ന് പറയണമെന്ന് മോശ ചോദിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന് 14-ാമത്തെ വാക്യത്തിൽ ദൈവം തൻ്റെ പേരെങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്? ഐ ആം ഹു ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു. അപ്പം ഞാനാകുന്നു, ഐ ആം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പേര്. ഐ വാസ് അല്ല, ഐ വിൽ ബി അല്ല, ഐ ആം. ഇറ്റേണൽ പ്രസൻറ്റിൽ ദൈവത്തിനെ സംബന്ധിച്ചുള്ള ഭൂതകാലമായാലും വർത്തമാനകാലം ഭാവികാലമായല്ല, നിത്യമായ ഒരു വർത്തമാനകാലത്തിലാണ് ദൈവം ജീവിക്കുന്നത്. ഇനി 1000 വർഷം കാലം കഴിഞ്ഞ് സംഭവിക്കുന്ന കാര്യവും ദൈവത്തിന് ഇപ്പോൾ നടക്കുന്നത് പോലെയുള്ളൂ. ഇനി 10,000 വർഷം മുമ്പ് നടന്ന കാര്യവും ദൈവത്തിന് ഇപ്പോൾ നടക്കുന്നത് പോലെയുള്ളൂ. ഇപ്പോൾ നടക്കുന്ന കാര്യം ദൈവത്തിന് ഇപ്പോൾ നടക്കുന്നത്. വെച്ചാൽ ദൈവത്തിൻ്റെ ദൈവം നിത്യമായ ഒരു പ്രസന്റ്, അത് ഐ ആം എന്നുള്ളൊരു. അപ്പോൾ ആ ഐ ആം, കർത്താവിൻ്റെ ഐ ആം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാനത് എല്ലാം പെട്ടെന്ന് എന്യൂമറേറ്റ് ചെയ്യുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രധാനമായിട്ട് 7 ഐ ആം സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. കുറച്ചുകൂടി നമ്മൾ ചെകഞ്ഞ് നോക്കിയാൽ 12 ഐ ആം സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. 7ഉം 12ഉം ഒന്നും ബൈബിളിൽ അന്യമായ പദങ്ങളെല്ലാം നമുക്കറിയാം. വളരെ ദൈവം പരിശുദ്ധാത്മാവ് ശാസ്ത്രം നൽകി എല്ലാം വളരെ വളരെ കുറുക്കി കൊള്ളുന്ന രീതിയിലാണ് ഈ ഐ ആം സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതിയിട്ടുള്ളത്. അതിൽ യോഹന്നാൻ 6-ന്റെ 35, 41, 48, 51 വാക്യങ്ങളിലെല്ലാം പറയുന്ന ഐ ആം ദി ലിവിങ് ബ്രെഡ്, ഞാനാണ് ജീവൻ്റെ അപ്പം എന്ന് പറയുന്നുണ്ട്. പിന്നെ യോഹന്നാൻ 8-ന്റെ 12, 9-ന്റെ 5 ഞാനാകുന്നു ലോകത്തിൻ്റെ വെളിച്ചം എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ ഇത് വേണം, ആഹാരം, ബ്രെഡ് വേണം, വെളിച്ചം വേണം, ഇലക്ട്രിസിറ്റി. ആദ്യം എന്താണ് പറയുന്നത്, നമ്മുടെ വീട് പണിയുമ്പോഴത്തേക്ക് ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുക്കുന്ന എന്ന് വെച്ചാൽ വെളിച്ചം വേണം. അപ്പം കർത്താവാകുന്നു ജീവൻ്റെ അപ്പം, കർത്താവാകുന്നു ലോകത്തിൻ്റെ വെളിച്ചം. പിന്നെ യോഹന്നാൻ 10-ന്റെ 7, 9 വാക്യങ്ങൾ കർത്താവാകുന്നു ആടുകളുടെ വാതില്, ദൈവത്തെങ്കിലേക്കുള്ള വാതില് താനാകുന്നു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ യോഹന്നാൻ 10-ന്റെ 7, 9 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. പിന്നെ യോഹന്നാൻ 10-ാം അധ്യായത്തിൻ്റെ യോഹന്നാൻ 10-ാം അധ്യായത്തിന് 11, 14 വാക്യങ്ങളിൽ ഞാനാണ് നല്ല ഇടയൻ. നമുക്കൊരു ലീഡർ വേണം. ആർക്ക് വേണമെങ്കിൽ ഇന്ന് ഇപ്പം എന്താ ഇലക്ഷൻ നടക്കുന്നതിനാ ആരാണ് നേതാവെന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് ലോകമല്ല ഇന്ത്യ മൊത്തം കൂടെ ഇലക്ഷന് വേണ്ടി പോകുന്നത്. തിരഞ്ഞെടുക്കണം, നിങ്ങളുടെ നേതാവിനെ തിരഞ്ഞെടുക്കണം. ഇയാളെ വേണോ, ഇയാളെ വേണോ, ഇയാളെ വേണോ.
അത് പിന്നെ വേറെ കുറേ പേരെ വേണം, ഏത് ആളെ തിരഞ്ഞെടുക്കണം എന്നുള്ളത്. പക്ഷെ നമുക്ക് ആരാ നേതാവായിട്ടുള്ളത്? ശരിയാണ്, നമുക്ക് ഇലക്ഷന് നമുക്ക് അതുപോലെ വോട്ട് ചെയ്യാം. പക്ഷെ നമ്മളുടെ അതിഥിയുമായിട്ട് നമ്മുടെ നേതാവ് ആരാ? ശരിയാണ്, നമ്മുടെ സഹോദരന്മാർ നമുക്ക് നേതാക്കന്മാരായിട്ടുണ്ട്. എന്നാൽ അതിഥിയുമായിട്ട് നമ്മുടെ നേതാവ് നമ്മുടെ നല്ലിടയനായ കർത്താവ്. അത് യോഹന്നാൻ 10:11-14 വാക്യങ്ങളിൽ ഞാനാകുന്നു നല്ല ഇടയനായ ദ ഗുഡ് ഷെപ്പേർഡ് എന്ന് പറയുന്നുണ്ട്. പിന്നെ യോഹന്നാൻ 11:25 നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചയൊക്കെ നമ്മൾ എല്ലാവർക്കും വചനം അയച്ചു കൊടുത്തു. ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്ന്. യോഹന്നാൻ 11:25 കർത്താവാണ് ആ ജീവൻ, പുനരുദ്ധാനം, മരണത്തെയൊക്കെ അതിജീവിക്കുന്ന ജീവൻ താനാകുന്നു എന്ന് പറയുന്ന കർത്താവാണ്. പിന്നെ യോഹന്നാൻ 14:6 അത് നമ്മൾ മാസങ്ങൾക്ക് മുമ്പേ കണ്ടുകൊണ്ടിരുന്നത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. നമുക്ക് വാതിൽ മാത്രമല്ല, വഴിയും കർത്താവ്. ആ വഴിയിലൂടെ നടക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ സത്യം അനുഭവമാക്കി തീർക്കുന്ന സത്യവും കർത്താവ്. പിന്നെ ആ ജീവൻ, കർത്താവിൻ്റെ പിതാവിനെ അറിയുന്ന, പിതാവിൻ്റെ സ്വഭാവമാകുന്ന ദിവ്യസ്വഭാവം, അതും കർത്താവ്. പിന്നെ കർത്താവിൻ്റെ 7ാമത്തെ അയാം സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പം നമ്മൾ വായിച്ച് ഞാനാണ് സാക്ഷാൽ മുന്തിരിവള്ളി എന്നുള്ളൊരു കാര്യം. പിന്നെയും അയാം സ്റ്റേറ്റ്മെൻറ്റ്സ് ഒളിഞ്ഞു കിടക്കുന്ന എവിടേക്കാന്ന് ചോദിച്ചാൽ എബ്രഹാമിന് മുമ്പേ ഞാനാകുന്നു. അത് മലയാളം ബൈബിളിലെ ട്രാൻസ്ലേഷനിൽ ചിലയിടത്തൊന്നും അത്ര എക്സാക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. എന്നാൽ യോഹന്നാൻ 8:58 എബ്രഹാമിന് മുമ്പേ ഞാനാകുന്നു, അയാം, ബിഫോർ എബ്രഹാം അയാം. അപ്പോൾ കർത്താവിന് ഗ്രാമർ തെറ്റിയോ നമ്മൾ വിചാരിക്കും. ഗ്രാമർ തെറ്റിയിട്ടല്ല, കർത്താവ് മനഃപൂർവ്വം അത് അയാം എന്ന് പറഞ്ഞു. ഐ വാസ് എന്നല്ല പറയുന്നത്. എബ്രഹാമിന് മുമ്പേ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ വെച്ച് പറയുകയാണെങ്കിൽ എബ്രഹാമാണ്, യേശുവാണ് ആദ്യം ജീവിച്ചത് ഈ ഭൂമിയിലെ. എബ്രഹാമിന് ശേഷമായി ജീസസ് വന്നല്ലേ. അപ്പം പക്ഷേ എബ്രഹാമിന് മുമ്പേ ഐ വാസ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ കർത്താവ് പറയുന്നത് അയാം. കർത്താവ് അപ്പോഴും ഇപ്പോഴും എല്ലാം അയാം എന്നുള്ള ഒരു കാര്യം യോഹന്നാൻ 8:58 ഞാൻ പറഞ്ഞ്. മലയാളം പരിഭാഷയിലും അങ്ങനെ തന്നെ ആണോ എന്ന് ഞാൻ നോക്കട്ടെ. 58 അയാം, യേശു അവരോട് അമേൻ അമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എബ്രഹാം ജനിച്ചതിന് മുമ്പ് ഞാൻ ഉണ്ട് എന്നുള്ളത് ഞാൻ ആകുന്നു എന്നാണ് കുറച്ചുകൂടെ കറക്റ്റായിട്ട് പരിഭാഷപ്പെടുത്താവുന്നത്. പിന്നെ 9ാമത്തെ അയാം സ്റ്റേറ്റ്മെൻറ്റ് പറയുവാണെങ്കിൽ യോഹന്നാൻ 18-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ നമ്മൾ ശിഷ്യന്മാർ, മറ്റേ ഈ റോമൻ സോൾജിയേഴ്സ് വന്ന്, റോമൻ പടയാളികൾ വന്ന് കർത്താവിനെ പിടിക്കാൻ വരുമ്പം നസ്രായനെ യേശുവിനെ ഞങ്ങൾ തിരയുന്നത്, നിങ്ങൾ ആരെ തിരയുന്നത്? നസ്രായനെ യേശുവിനെ തിരയുന്നത്. അയാം എന്ന കർത്താവോട് ഉത്തരം പറഞ്ഞു, ഞാനാകുന്നു. നിങ്ങൾ ആരെ തിരയുന്നത് അവനോട് ചോദിച്ചതിന് അത് ഞാൻ തന്നെ എന്നുള്ളത് ശരിക്കും ഗ്രീക്കിൽ അയാം എന്നാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഇംഗ്ലീഷിൽ അയാം ഹീ എന്നുള്ളത് ഇറ്റാലിക്സിൽ ഒരു ഹീ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ശരിക്കും അയാം എന്ന കർത്താവോട് ഉത്തരം പറയുന്നത്. അപ്പോഴത്തേക്കും അവർ മറിഞ്ഞു വീഴുന്നതായിട്ട്, അവർ ദേ ഡ്രൂ ബാക്ക് ആൻഡ് ഫെൽ ടു ദ ഗ്രൗണ്ട്. 6ാമത്തെ വാക്യത്തിൽ അവർ പിൻവാങ്ങി നിലത്ത് വീണതായിട്ടൊക്കെ. ആ ഒരു സർവശക്തനായ ദൈവമാണ് ഈ ഭൂമിയിൽ, ആ ദൈവമാണ് ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്നത്. അപ്പം കർത്താവ് വ്യംഗ്യമായിട്ട്, കർത്താവ് വളരെ ജ്ഞാനത്തോടെ തൻ്റെ ആ പേര് അവിടെ പലയിടത്തും വെളിപ്പെടുത്തുന്നതായിട്ട് യോഹന്നാൻ വളരെ ജ്ഞാനത്തോടെ അത് കുറിച്ച് വെക്കുക. പിന്നെ കർത്താവിൻ്റെ 10ാമത്തെ അയാം സ്റ്റേറ്റ്മെൻറ്റ് യോഹന്നാൻ 8-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ 28-ാമത്തെ വാക്യത്തിൽ 11-ാമത്തെ അയാം സ്റ്റേറ്റ്മെൻറ്റ് കാണുന്നുണ്ട്. പിന്നെ യോഹന്നാൻ 13-19 വാക്യത്തിലൊക്കെ കർത്താവിൻ്റെ 12-ാമത്തെ അയാം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോയാൽ പിന്നെയും ഞാനിതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള വാക്യങ്ങളാണ്. അതിൻ്റെ റെഫറൻസസ് നമ്മൾ നോക്കിയാൽ ചിലതൊക്കെ മലയാളം പരിഭാഷയിലും ചിലത് ഇംഗ്ലീഷ് പരിഭാഷയിൽ പോലും കറക്റ്റായിട്ട് വന്നിട്ടില്ല. എന്നാൽ അതിൻ്റെ ഗ്രീക്കിൽ ആ അയാം എന്നുള്ള ആ ഒരു പദപ്രയോഗം യോഹന്നാൻ 8:28 യോഹന്നാൻ 8:24 യോഹന്നാൻ 13:19 എല്ലാം നമ്മൾ കർത്താവ്. അപ്പം നമ്മളിതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്ന കർത്താവ് ഒരു സാധാരണ മനുഷ്യനായിട്ട് അച്ഛനമകനായിട്ടൊക്കെ ജീവിച്ചു എന്ന കർത്താവ് ആ നിത്യനായ ദൈവവുമാണ്. ചരിത്രത്തെ എഡിയും ബിസി ആയിട്ട് രണ്ടായിട്ട് മുറിച്ച് നസ്രത്തിലെ തച്ചനാണ്. തച്ചന്മാരെന്ന് പറഞ്ഞാൽ അവർ ഈ എന്താ പറയുന്നത്, വുഡൊക്കെ തടിക്കഷ്ണമൊക്കെ രണ്ടായിട്ട് മുറിക്കുന്ന ആൾക്കാർ. അതുപോലെ വളരെ ഈസി ആയിട്ട് രണ്ടായിട്ട് ചരിത്രത്തെ എഡിയും ബിസി ആയിട്ട് മുറിക്കാൻ ആർക്കേ പറ്റുള്ളൂ? നമ്മുടെ തച്ചനായിട്ടുള്ള നസ്രത്തിലെ നമ്മുടെ ജൂയിഷ് കാർപ്പൻ്റർ ഇസ് മൈ ബോസ് ഇസ് എ ജൂയിഷ് കാർപ്പൻ്റർ എന്നൊക്കെ ചില കാറിൻ്റെ പുറകിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ഒരു യഹൂദനായ ആ തച്ചനായിട്ടുള്ള ആ കർത്താവാണ് ചരിത്രത്തെ രണ്ടായിട്ട് മുറിച്ച് ആ ഒരു കർത്താവായിട്ട് നമ്മൾ കാണുന്നത്. ആ കർത്താവാണ് ഇപ്പം നമ്മൾ വായിച്ച യോഹന്നാൻ 15-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ ഞാനാണ് സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരനെ, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും 2-ാമത്തെ വാക്യം ഇവിടെ വായിച്ച് ഞാനങ്ങ് നിർത്താം. പിന്നെ നമുക്ക് താഴോട്ട് നമുക്ക് ദിവസാഴ്ച അടുത്ത ആഴ്ചയും തുടർന്ന് ചിന്തിക്കാം. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടുപ്പാക്കുന്നു. കായ്ക്കാത്ത കൊമ്പ് നമ്മളുടെ കർത്താവിൻ്റെ സ്വഭാവം അത് വരുന്നില്ല. നമ്മൾ കർത്താവിലേക്ക് വന്നു, പക്ഷേ നമ്മൾ കർത്താവിൽ അങ്ങ് വളരുന്നില്ല.
നമ്മൾ കർത്താവിൻ്റെ ഫലം കായ്ക്കുന്നില്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഫലമോ ശുശ്രൂഷയുടെ ഫലമോ ഒന്നും ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഒരു കാര്യങ്ങളൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു. എന്നാൽ പിന്നീട് കർത്താവിനെ നീക്കിക്കളയുന്ന ഒരു അവസ്ഥയിലേക്ക് വരാം. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, പിന്നെ എപ്പോഴും രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ഒരു ദുരുപദേശമാണ്. വൺസ് സേവ്ഡ് ഓൾവേസ് സേവ്ഡ് എന്നുള്ളത് ഒരു കാൽവിനിസ്റ്റിക് ദുരുപദേശമാണെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ വചനത്തിൽ നമ്മൾ കാണുന്നത് രക്ഷിക്കപ്പെട്ടതിന് ശേഷവും രക്ഷയിൽ നിന്ന് വീണുപോകാം, ശുശ്രൂഷയിൽ നിന്ന് തന്നെ വീണുപോകാം, രക്ഷയിൽ നിന്ന് തന്നെ വീണുപോകാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വാക്യം ഇവിടെ 2-ാമത്തെ വാക്യത്തിൽ, ഇവൻ 6-ാമത്തെ വാക്യത്തിലും കർത്താവ് അതുപോലെ പറയുന്നുണ്ട്. എന്നിൽ വസിക്കാത്തവന് ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു, അവ ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോകും. ആ നിത്യമായിട്ടുള്ള ഒരു ന്യായവിധി ആകുന്ന തീയിലേക്ക് ഇടുന്ന ഒരു കാര്യമാണ് കർത്താവ് പറയുന്നത്. എന്നാൽ നമ്മൾ ഒന്ന് വീണുപോയി, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവുണ്ടായെന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മളെ തള്ളിക്കളയുന്നൊരു കർത്താവല്ല. എന്നാൽ നമ്മളായിട്ട് പിതാവിൻ്റെ കരങ്ങളിൽ നിന്നും എൻ്റെ കരങ്ങളിൽ നിന്നും ആർക്കും എടുത്തുകൊണ്ട് പോകാനൊക്കത്തില്ല, ആർക്കും പറിച്ചുകൊണ്ട് പോകാനൊക്കത്തില്ല എന്ന് കർത്താവിനെ യോഹന്നാൻ 10:28-29 വാക്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ വേറെ ആർക്കും പറിച്ചുകൊണ്ട് പോകാനൊക്കത്തില്ല. എന്നാൽ നമ്മൾ തന്നെ കർത്താവിൽ നിന്നങ്ങ് മാറിപ്പോകുന്നു. അങ്ങനെ പോയി ആ ഒരു റെഡ് ലൈൻ അങ്ങ് ക്രോസ് ചെയ്ത്, ഒരു ചുവന്ന രേഖ അങ്ങ് ക്രോസ് ചെയ്ത് വിശ്വാസത്തിൽ നിന്ന് തന്നെ വീണു പോകുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾ 2 ദിവസത്തിന് 2-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യത്തിലൊക്കെ വായിക്കുന്നുണ്ട്. വിശ്വാസത്യാഗത്തെക്കുറിച്ചൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാപത്തെ ഒരിക്കലും ലൈറ്റായിട്ട് എടുക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ശരിയാണ് കുറവുകളുണ്ടായിരിക്കാം, പക്ഷെ കുറവുകളുണ്ടാകാം. പക്ഷെ പെട്ടെന്ന് തന്നെ നമ്മൾ അഥവാ എന്തെങ്കിലും വീഴ്ച വന്നാലും പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സാക്ഷി, നമ്മുടെ കണ്ണിൽ ഒരു കരട് പോയാൽ അതിരിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കത്തില്ല. കരട് പോയിക്കൂടുന്നില്ല, എന്നാൽ കരട് പോയാൽ പെട്ടെന്ന് തന്നെ നമ്മൾ പോയി വെള്ളം ഒഴിച്ച കരട് കഴിക്കും. കരട് അവിടെ തന്നെ ഇരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ അത് ഇൻഫെക്ഷനായിട്ട് വേണമെങ്കിൽ ഒന്നും ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുക്കുന്നില്ലെങ്കിൽ കാഴ്ച തന്നെ നഷ്ടപ്പെട്ടു പോയേക്കാം എന്ന് പറയുന്നതുപോലെ നമുക്ക് ജീവനുണ്ടാകാം, അതിനുശേഷം പിന്നെ അതങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നൊരു അവസ്ഥ വരെ ഉണ്ടാകാം. എന്നാൽ ഫലം കായ്ക്കുന്ന കൊമ്പിനെ കർത്താവ് എന്താ ചെയ്യുന്നത്? അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടുപ്പാകുന്നു, പ്രൂൺ ചെയ്യുന്നു. ആ പ്രൂൺ ചെയ്യുന്ന നൈഫ് ഏതാണെന്ന് ചോദിച്ചാൽ തിരുവായുത്തരമുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ള ദൈവവചനമാകുന്ന ഒരു വാളും കൊണ്ടാണ് കർത്താവ് ഇരിക്കുന്നത്. ആ വചനമാകുന്ന വാളുകൊണ്ട് പക്ഷേ പല സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും കർത്താവ് ഈ വാൾ ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ ചില പരാജയങ്ങളായിരിക്കും, ചില തോൽവികളോ, ചില സമ്മർദ്ദങ്ങളോ, ചില പ്രശ്നങ്ങളോ, ചില പ്രശ്നക്കാരായിട്ടുള്ള ചില ആൾക്കാരുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതോ, അങ്ങനെയൊക്കെയുള്ള പല സാഹചര്യങ്ങളോ വ്യക്തികളിലൂടെയൊക്കെ ആയിരിക്കും. പക്ഷേ കർത്താവിൻ്റെ പ്രൂണിങ് നൈഫാണ് കർത്താവിൻ്റെ ഹിതം. കർത്താവിൻ്റെ പ്രൂണിങ് നൈഫ് പറഞ്ഞാൽ കർത്താവിൻ്റെ വചനമാണ് കർത്താവിൻ്റെ ഹിതം. അവിടെ നമ്മുടെ ഹിതത്തിൻ്റെ മേലെ, നമ്മുടെ ഹിതത്തിനെതിരായിട്ട് പല കാര്യങ്ങളും നടക്കുമ്പോൾ നമ്മൾ അവിടെ കർത്താവ് എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമെന്നും പറഞ്ഞ് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഒരു ക്രൂശുണ്ട്. അപ്പോൾ ആ ഒരു കർത്താവിൻ്റെ വചനത്തിലൂടെ ക്രൂശിൻ്റെ വഴിയിലൂടെയാണ് ഒരു ചെത്തിവെടുപ്പാക്കുന്നൊരു പ്രോസസ്സ് നടക്കുന്നത്. ആ ക്രൂശിൻ്റെ വഴിയിലൂടെയാണ് എങ്ങനെ അധികം ഫലം കായ്ക്കാനൊക്കെ. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ശരിയാണ് നമ്മൾ ഫലം കായ്ക്കുന്നു, നമ്മളൊക്കെ ഉള്ള വെളിച്ചത്തിൽ നമ്മൾ ദൈവം തന്ന വെളിച്ചത്തിനനുസരിച്ച് നമ്മൾ നടക്കുന്നു. അപ്പോഴാ ചിലപ്പോൾ പിന്നെയും ചില പ്രലോഭനങ്ങൾ, ചില പ്രതിസന്ധികൾ, ചില പ്രതികൂലങ്ങളൊക്കെ വരുന്നു. ആ സമയത്ത് കർത്താവെ, ഈ ഒരു സമയത്ത് കർത്താവ് എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ ആ പ്രൂണിങ് നൈഫിന് കീഴ്പ്പെട്ട് കൊടുക്കുമ്പം നമ്മളിവിടെ ചെടിയൊക്കെ പ്രൂൺ ചെയ്ത് കഴിയുമ്പം ഈ പണ്ട് ഗാർഡൻ ഇപ്പോൾ പറഞ്ഞ ആളുടെ ഗാർഡൻകാർ അവിടെ വരുന്നില്ല. ഗാർഡൻകാർ അത് പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ ആപ്പാടെല്ലാം വൃത്തികേടായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നത്. ഈ ചെടിയെല്ലാം മുട്ട അടിച്ച് വെച്ചേക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല കളർത്ത് നല്ല രീതിയിൽ പൂവും കായും എല്ലാം വരാൻ തുടങ്ങും. വെച്ചാൽ ആ പ്രൂണിങ് പീരീഡ് വളരെ പെയിൻഫുള്ളാണ്. ചിലപ്പോൾ നാണക്കേടാവും, എന്തോ മുട്ട അടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു, ഒന്നും ഇതുവരെ നല്ല ഭംഗിയായിട്ടൊക്കെ തോന്നി, കുറച്ച് ഫലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഒന്നും കാണുന്നില്ല. അപ്പം ചിലപ്പം ലോകത്തിന് മുമ്പാകെ നമ്മളൊരു നിന്നാപാത്രമായിട്ട് തീരും. പലരും നമ്മളെ ചവിട്ടി തിരിച്ചുകൊണ്ട് പോവും, പലരും നമ്മളെ തെറ്റിദ്ധരിച്ചെന്ന് വരാം. പക്ഷേ അവിടെ കർത്താവേ, അവിടെ നിന്നെല്ലാം അറിയുന്നു. ഞാൻ ഗോതമ്പ് വീണ് നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തന്നെ ഇരിക്കും, ചത്താലോ വളരെ ഫലം കായ്ക്കും. അപ്പോൾ കർത്താവേ, ഇപ്പം ഞാൻ ഭൂമിക്കടിയിലേക്ക് ഗോതമ്പ് പണിയെ പോലെ ഇരിക്കുക, എല്ലാവരും എന്നെ ചവിട്ടി തെച്ചുകൊണ്ട് പോവുക. പക്ഷെ സാരമില്ല കർത്താവേ, അധികം ഫലം കായ്ക്കേണ്ടതിന് അവിടെ നിന്ന് തന്നെ ചെത്തി വെടുപ്പാക്കുക, അവിടെ തന്നെ പ്രൂൺ ചെയ്യുക. എന്തിനു വേണ്ടിയാണ്? മോർ ഫ്രൂട്ട്, കൂടുതൽ ഫലം കായ്ക്കാൻ. അപ്പോഴാണ് നമ്മളുടെ ആ സ്വയജീവൻ്റെ ആ തോടൊക്കെ ഒന്നുകൂടെയൊക്കെ ഒന്ന് ബ്രോക്കൺ ആയിട്ട് അധികമായിട്ട് ദൈവത്തിന് തന്നെ ജീവനെ പകരാനും ആ ജീവൻ നമ്മളിലൂടെ അനേകരിലേക്ക് വീണ്ടും പകർന്ന് നമ്മളുടെ ജീവിതത്തിൻ്റെ ഫലമായാലും ശുശ്രൂഷയുടെ ഫലമായാലും അധികം പേർക്ക് നമ്മൾ അനുഗ്രഹമായി തീരുവാനായിട്ട് ആ ഒരു പ്രൂണിങ് പ്രോസസ്സിലൂടെ നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് ദൈവം നമ്മളെ സാധിക്കുന്നത്. അപ്പോൾ ഈ വചനത്തിലൂടെയൊക്കെ ഇതെല്ലാം പറഞ്ഞു കേട്ടപ്പം തന്നെ അവരങ്ങ് ശുദ്ധരായി. അതാ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. ഈ കർത്താവിൻ്റെ വചനമൊക്കെ അവർ കീഴ്പ്പെടുത്തി. അവർക്ക് നമ്മൾ പറഞ്ഞതുപോലെ എല്ലാമൊന്നും അവർക്ക് മനസ്സിലായിട്ടില്ല. പത്രോസിനോട് ചോദിക്കും, നിനക്ക് എന്തെങ്കിലും മനസ്സിലായോ? അവിടെ ആ ഇരിക്കുന്ന 11 പേരിൽ ഏറ്റവും കുറവ് മനസ്സിലായത് ഒരുപക്ഷെ പത്രോസിനായിരിക്കും. പക്ഷേ ഏറ്റവും അധികം ശുദ്ധിയായത് ആരാന്ന് ചോദിച്ചാൽ
പത്രോസ് ആയിരിക്കും. എന്ന് വെച്ചാൽ ആ ഇന്റലക്ച്വല് മനസ്സിലാവുന്നതിനെക്കാട്ടിലും ആ വചനത്തിന് ആത്മാവിനും ജീവനും ഒന്നും കീഴടങ്ങി ആ കർത്താവ് എന്ത് പറഞ്ഞാലും അതെനിക്ക് ആശീർവാദമാണ്, എനിക്ക് എല്ലാം ഒന്നും മനസ്സിലാവുന്നില്ല, പക്ഷെ എങ്കിലും കർത്താവെ അവിടുന്നാണല്ലോ പറഞ്ഞേ, അവിടുന്ന് എന്നെ നന്മയ്ക്കായിട്ട് എന്നെ അവിടുത്തെ പോലെ ആക്കി തീർക്കാൻ വേണ്ടി പറഞ്ഞതാണല്ലോ കർത്താവെ, ഇത് എന്നെ വിട്ടുപോ സാത്താനെന്ന് പറഞ്ഞാലും അത് എനിക്ക് ജീവന്റെ മൊഴികളാണെന്നാണ് പത്രോസ് പറയുന്നത്. മത്തായി 16 വിട്ടുപോ സാത്താനെന്ന് പറയുമ്പോൾ യോഹന്നാൻ 6:67-68 നമ്മൾ നോക്കുമ്പോൾ നിന്നെ വിട്ട് എങ്ങോട്ട് പോകാൻ നീ പറയുന്നത് നിത്യജീവന്റെ മൊഴികളാണെന്ന പത്രോസ് അതേ സമയത്ത് തന്നെ പറയുന്നതായിട്ട് നമ്മളവിടെ യോഹന്നാൻ 6:67-68 കാണുന്നത്. അപ്പോൾ നമ്മളും ദൈവത്തിൻ്റെ വചനം നമുക്ക് എല്ലാം ഒന്നും അതിൻ്റെ ഒരു ഫുൾ ഡെപ്തിൽ നമ്മൾ ആരും മനസ്സിലാക്കിയിട്ടില്ല. കർത്താവേ അവിടുന്ന് പറയുന്ന ആ വചനത്തിന് ഞാനങ്ങ് കീഴ്പ്പെട്ട് കൊടുക്കുമ്പോൾ, ആ പ്രൂണിങ് നൈഫിനൊക്കെ നമ്മളങ്ങ് കീഴ്പ്പെട്ട് കൊടുക്കുമ്പോൾ, ആ ചെത്തി വെടുപ്പാക്കുന്ന കത്തിയാകുന്ന ദൈവവചനത്തിന് ദൈവഹിതത്തിന് ക്രൂശിന് നമ്മളങ്ങ് കീഴടങ്ങി കൊടുക്കുമ്പോൾ അധികമായിട്ട് നമ്മൾ ശുദ്ധമായി തീരും, അധികമായിട്ട് നമ്മൾ ഫലം കായ്ക്കാൻ തുടങ്ങും. പിന്നെ തന്നിൽ വസിക്കാനൊക്കെ നമ്മൾ കർത്താവിൽ വസിക്കുമ്പോഴേ കർത്താവിന് നമ്മളെ വസിക്കാൻ പറ്റുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പിന്നീട് 4-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നത്. നമ്മളിപ്പോൾ ആ ഒരു ആദ്യത്തെ 3 വാക്യങ്ങളെ മെയിനായിട്ട് കണ്ടത് ആ ഒരു സാക്ഷാൽ മുദ്രയുള്ളതായിട്ടുള്ള ഒരു കർത്താവ്, നമ്മളുടെ ഫലം കർത്താവിന് വേണ്ടി ഉള്ളതാണ്. അതുപോലെ നമ്മൾ കർത്താവിൽ വസിച്ചില്ലെങ്കിലുള്ള ഡേഞ്ചർ, നമ്മളങ്ങ് നിത്യമായിട്ട് നാശത്തിലേക്ക് പോയിക്കൂടായികയില്ല. അതൊരു മുന്നറിയിപ്പായിട്ട് ദൈവവചനത്തിൽ കൂടെ നമ്മളത് വായിക്കുന്നുണ്ട്. ബാക്കി 11 ശിഷ്യന്മാരെ ഉള്ളേ, എന്നാൽ അവരുടെ ഇടയ്ക്ക് കർത്താവ് പറയുന്നത് അവരാരും നശിച്ചു പോയില്ല, ദൈവം സഹിച്ചു. എന്നാൽ യുദാസും കൂടെ ഉള്ളപ്പം പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച യുദാസിനെ കുത്തിക്കൊണ്ട് പറഞ്ഞു തന്നെ. പക്ഷേ ഇത് യുദാസ് പോയതിന് ശേഷം ബാക്കിയുള്ള 11 ഏറ്റവും ഹോൾഹാർട്ടഡുള്ള ശിഷ്യന്മാരുടെ കർത്താവ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഏറ്റവും ഹോൾഹാർട്ടഡുള്ള ശിഷ്യന്മാർക്ക് പോലും ആ ഡേഞ്ചർ ഉണ്ടെങ്കിൽ നമുക്ക് എത്രയധികം ഡേഞ്ചറുണ്ട് നമ്മുടെ ഫലം കായ്ക്കാനായിട്ട്. കർത്താവിൻ്റെ ആ ഒരു ചെത്തി വെടുപ്പാക്കുന്ന കത്തിക്ക് ഓരോ സാഹചര്യങ്ങളിലും കർത്താവ് അവിടുത്തെ ഇഷ്ടത്തിനായിട്ട് അവിടുത്തെ വചനത്തിനായിട്ട് ഞാൻ കീഴടങ്ങും എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അധികം ഫലം കായ്ക്കുന്നവരായി തീരും. അധികമായിട്ട് കർത്താവിൻ്റെ വചനം നമ്മളെ ശുദ്ധമാക്കി തീർക്കുന്നവരാകും. നമ്മളെ അധികമായിട്ട് സഹായിക്കട്ടെ. വിനയം, കർത്താവിൻ്റെ സൗമ്യതയും താഴ്മയും, കർത്താവ് ഒരു വട്ടപൂജ്യമായിട്ട് ഭൂമിയിൽ ജീവിച്ചു. പിതാവിന് സമ്പൂർണ്ണമായിട്ടും തന്നെ നിറഞ്ഞു നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് തന്നെ ഒഴിച്ചു കൊടുത്തു. ആ ഹൃദയം കർത്താവെ എന്നിലും മെനയണം. അങ്ങനെ അവിടുത്തെ ഭാവം പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞ് ആ കൊമ്പിലേക്ക് മുന്തിരിവള്ളിയിലെ ആ സാപ്പ്, അതിൻ്റെ ജീവരസം വന്ന് നിറഞ്ഞ് അവിടുത്തെ ഭാവം എന്നിൽ വിളങ്ങിടുവാൻ കൃപ നൽകണം. അനുദിനം കർത്താവെ ഞാൻ അവിടുത്തെ ദാനങ്ങളൊക്കെ മറന്നുപോയി ജീവിച്ചു, നിഗളിയായിട്ടൊക്കെ ആയിപ്പോയി, എന്നാൽ ക്ഷമിക്കണം. എൻ്റെ ആത്മീയ കണ്ണൊക്കെ മൂടിപ്പോയി, ഇരുളിലായിപ്പോയി, കോപമൊക്കെ വന്നു, പരുഷമായിട്ടുള്ള വാക്കുകളൊക്കെ സംസാരിച്ചു. കർത്താവെ അന്യരെ കൂടുതൽ ശ്രേഷ്ഠത നേടുവാൻ, അവരുടെ നന്മ കാണുവാനുള്ള ഒരു മനസ്സ്, എൻ്റെ ഇല്ലായ്മ, ഞാൻ ആത്മാവിൽ എത്ര ദരിദ്രനാണെന്ന് കാണുവാൻ എന്നെ സഹായിക്കണം. താഴ്മയും സൗമ്യതയൊക്കെ എന്നിൽ അനുദിനം വളർന്ന് കർത്താവെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ അങ്ങനെ യേശു എന്നിൽ വാഴണം, ഞാൻ അങ്ങയിൽ വസിക്കണം. അപ്പോൾ അങ്ങ് എന്നിൽ വസിക്കണം. അതിനായിട്ട് അവിടുന്ന് അനുവദിക്കുന്ന ആ പ്രൂണിങ് നൈഫ്, ആ ചെത്തി വെടുപ്പാക്കുന്ന കത്തി പല സാഹചര്യങ്ങളിലൂടെ പല വ്യക്തികളിലൂടെ ഒക്കെ വരുമ്പോൾ യുദാസ് തന്ന പാനപാത്രം എന്ന് പറയാതെ പിതാവ് തന്ന പാനപാത്രം എന്ന് പറഞ്ഞത് താഴ്മയോടെ അതിനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, അവിടുത്തെ ഹിതത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, അങ്ങനെ അവിടുന്ന് എൻ്റെ ആത്മാവിൽ കർത്താവ് അവിടുന്ന് വാഴണം, വിശുദ്ധാത്മാവിനിൽ വാഴണം. നമുക്ക് ഇന്ന് നമ്മൾ കേട്ട വചനത്തിൻ്റെ ബന്ധത്തിൽ ആ കർത്താവ് ചെത്തി വെടുപ്പാക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടാണ് പറയുന്നത് നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നു എന്ന് വെച്ചാൽ ചെത്തി വെടുപ്പാക്കപ്പെട്ട് ഇനി ശുദ്ധമായി തീർന്നു. ആ ഒരു ഞാൻ അതിൻ്റെ ഗ്രീക്ക് നോക്കുമായിരുന്നു, കതറോസ് എന്ന് പറയുന്നത് ശുദ്ധമായി തീർന്നു. കതറോസ് എന്നുള്ള ആ വാക്ക് തന്നെ ചെത്തി വെടുപ്പാക്കപ്പെട്ട നിലയിൽ ഉള്ളൊരർത്ഥത്തിലും ഉപയോഗിക്കാവുന്നൊരു പദമാണ് ആ കതറോസ് എന്നുള്ള പദം. ചെത്തി വെടുപ്പാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞ വചനം, ആ കർത്താവിൻ്റെ വചനം, ആ ചെത്തി വെടുപ്പാക്കുന്ന കത്തി കൊണ്ട് ആ വചനത്തിന് അവരെല്ലാം കീഴടങ്ങി താൻ പോവുകയാണെന്നുള്ള കാര്യമെല്ലാം അയ്യോ പോവല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവർ കർത്താവിനെ പിടിച്ചു നിർത്താൻ നോക്കിയതുമില്ല. അവരതിനങ്ങ് കീഴടങ്ങി കൊടുത്തു. അവരങ്ങ് ഏൽപ്പിച്ച്, അവർക്കൊന്നും അറിയത്തില്ല, അവരതിനങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. അവർ ശുദ്ധിയുള്ളവരായി തീർന്നു എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് നമ്മളോട് ഓരോ ദിവസവും ഓരോ സാഹചര്യങ്ങളിലൂടെ സംസാരിക്കുന്ന വചനത്തിന് നമ്മൾ കീഴടങ്ങി കർത്താവെ അങ്ങനെ ചെത്തി വെടുപ്പാക്കപ്പെട്ടവരായിട്ട് അധികം ഫലം കായ്ക്കുവാൻ തയ്യാറുള്ളവരായിട്ട് ആയി കാണപ്പെടുവാൻ കർത്താവിൻ്റെ പ്രൂണിങ് നൈഫിന് വീണ്ടും വീണ്ടും കീഴടങ്ങിക്കൊണ്ട് നമുക്ക് സന്തോഷത്തോടെ നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് സമർപ്പണത്തിൻ്റെ ഒരു പാട്ടായിട്ട് നമുക്ക് പാടാം. ഒരു ഹൃദയമിന്നിൽ നിനഞ്ഞിടേണമേ ദൈവമേ, അനുദിനം തവ ഭാവമിന്നിൽ വിളങ്ങിടാൻ കൃപയേകിടൂ.
അനുദിനം തവ ഭാവമെന്നിൽ വിളങ്ങിടാൻ കൃപയേ. ദിനം ദിനം ഞാൻ ദൈവമേ മറന്നുപോയി നിന്ദാനങ്ങൾ, സ്വാശ്രയത്തിൽ നിഗളിയായി സ്നേഹവാനെ ക്ഷമിക്കണേ. ദിനം ദിനം ഞാൻ ദൈവമേ സ്വാശ്രയത്തിൽ നിഗളിയായി സ്നേഹവാനെ ക്ഷമിക്കണേ. നിഗളമിൻ നയനങ്ങൾ മൂടി ഇരുളിലാക്കിയ ജീവിതം, കോപമെൻ അധരങ്ങൾ മൂടി പരുഷമാക്കിയ മൊഴികളെ. നിഗളമിൻ നയനങ്ങൾ മൂടി ഇരുളിലാക്കിയ ജീവിതം, കോപമെൻ അധരങ്ങൾ മൂടി പരുഷമാക്കിയ മൊഴികളെ. ദിനം ദിനം ഞാൻ ദൈവമേ മറന്നുപോയി നിന്ദാനങ്ങൾ, സ്വാശ്രയത്തിൽ നിഗളിയായി സ്നേഹവാനെ ക്ഷമിക്കണേ. അന്യരിൽ ഞാൻ നന്മ കാണാൻ തുറന്ന മനസ്സെനിക്കേകുക, എന്നിലെ ഇല്ലായ്മ കാണാൻ ആത്മദർശനമേകുക. അന്യരിൽ ഞാൻ നന്മ കാണാൻ തുറന്ന മനസ്സെനിക്കേകുക, എന്നിലെ ഇല്ലായ്മ കാണാൻ ആത്മദർശനമേകുക. ദിനം ദിനം ഞാൻ ദൈവമേ മറന്നുപോയി നിന്ദാനങ്ങൾ, സ്വാശ്രയത്തിൽ നിഗളിയായി സ്നേഹവാനെ ക്ഷമിക്കണേ. താഴ്മയും സൗമ്യതയുമിന്നിൽ അനുദിനം വളർന്നിടുവാൻ, താവകാത്മാവിൻ്റെ ഉള്ളിൽ വാണിടേണം നിത്യമായി. താഴ്മയും സൗമ്യതയുമിന്നിൽ അനുദിനം ആത്മാവിൻ്റെ ഉള്ളിൽ വാണിടേണം നിത്യമായി. ദിനം ദിനം ഞാൻ ദൈവമേ മറന്നുപോയി നിന്ദാനങ്ങൾ, സ്വാശ്രയത്തിൽ നിഗളിയായി സ്നേഹവാനെ ക്ഷമിക്കണേ. ദിനം ഞാൻ ദൈവമേ മറന്നുപോയി നിന്ദാനങ്ങൾ, നിഗളിയാൻ സ്നേഹവാനെ ക്ഷമിക്കണേ. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ, അവിടുന്ന് നമ്മളോട് സംസാരിച്ചു. അവിടുത്തെ ആ ജീവന മൊഴികളെ കേൾക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. നമുക്ക് നന്ദിയോടെ കർത്താവേ, അവിടുന്ന് കർത്താവേ ആ 11 ശിഷ്യന്മാരെ ചേർത്ത് നിർത്തി അവിടുന്ന് സംസാരിച്ചതുപോലെ വീണ്ടും വീണ്ടും കർത്താവെ തുടർന്നും ഹൃദ്യമായിട്ട് കർത്താവെ ഇവിടുന്ന് വിട്ടുപോകുമ്പോഴും കർത്താവെ അവിടുത്തെ ആ ജീവൻ്റെ മൊഴികൾ കർത്താവിൻ്റെ ഹൃദയത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്നാണ് മുന്തിരിവള്ളി, സാക്ഷാൽ മുന്തിരിവള്ളി. ആ ഇസ്രയേൽ പരാജയപ്പെട്ടിടത്ത് സാക്ഷാൽ മുന്തിരിവള്ളിയായിട്ട് വന്ന കർത്താവ് തൻ്റെ പിതാവിനെ സ്നേഹിക്കുകയും പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യണമെന്ന് അതുമാത്രം അറിയട്ടെ ലോകം എന്ന് ആഗ്രഹിച്ച കർത്താവ്. ആ കർത്താവിൻ്റെ പാത പിന്തുടരുവാൻ, കർത്താവിനെ സ്നേഹിക്കുന്നതും അനുസരിക്കുന്നതും ഒരു നാണയത്തിന് 2 വശങ്ങൾ പോലെ അവിഭാജ്യ ഘടകങ്ങളാണെന്നുള്ള കാര്യം നമ്മൾ കേട്ടു. അതുപോലെ കർത്താവെ അവിടുത്തെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ വചനം കർത്താവെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അവിടുത്തെ വചനം കർത്താവെ എല്ലാ മേഖലയിലും
അനുസരിക്കുവാൻ കർത്താവെ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാം. കർത്താവിൻ്റെ അതേ സാക്ഷ്യം നമുക്ക് ഉണ്ടായിരിക്കട്ടെ. അവിടുന്ന് സാക്ഷാൽ മുന്തിരിവള്ളിയായിട്ട് അവിടുന്ന് ചരിത്ര പുരുഷനായിട്ട് AD BC ഒക്കെ വിഭജിച്ചുകൊണ്ട് കർത്താവ് ചരിത്രത്തിൻ്റെ ഒത്ത നടുവിൽ കർത്താവ് നിൽക്കുന്നു. ആ സാക്ഷാൽ മുന്തിരിവള്ളിയായിട്ട് ആ കർത്താവിൻ്റെ കൊമ്പുകളായിട്ട് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തല്ലോ. ആ കാട്ടൊലിവായിരുന്നു നമ്മളെ നാട്ടൊലിവായിട്ട് കർത്താവ് ഗ്രാഫ്റ്റ് ചെയ്ത് അതിൽ തന്നെ കർത്താവെ വസിക്കുവാൻ, കർത്താവെ നിഗളിച്ചു പോകാതെ നമ്മൾ പാടിയതുപോലെ നികളമൊക്കെ നമ്മുടെ നയനങ്ങൾ മൂടി ഇരുളിലായിട്ട് ജീവിതം പോയി. കർത്താവെ പല കോപവും പരുഷമായിട്ടുള്ള വാക്കുകളുമൊക്കെ വന്നു, സ്വാർത്ഥതയും കാര്യങ്ങളുമൊക്കെ വന്നു. എന്നാൽ കർത്താവ് നമ്മളെ ചെത്തി വെടിപ്പാക്കും. നമ്മളിൽ വേണ്ടാത്തതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വരുമ്പം കർത്താവ് അവിടെയൊക്കെ ഒന്ന് കർത്താവിന് പ്രൂണിങ് നൈഫ് പ്രയോഗിക്കും. കർത്താവ് വചനത്തിലൂടെ പല സാഹചര്യങ്ങളിലൂടെ പല വ്യക്തികളിലൂടെയൊക്കെ നമ്മളെ കറക്റ്റ് ചെയ്യും, നമ്മളെ നുറുക്കും. ആ നുറുക്കത്തിലെ നമ്മുടെ ആ സ്വയത്തിൻ്റെ ശക്തി ഒന്നുകൂടെ കുറയാൻ വേണ്ടി കർത്താവ് നമ്മളെ നുറുക്കും. കർത്താവിൻ്റെ ആ ജീവരസം നമ്മളിലേക്ക് ഒഴുകാനുള്ള ഏക തടസ്സം നമ്മളുടെ ആ സ്വയമാണ്, നമ്മുടെ ജഡമാണ്, നമ്മുടെ സ്വയജീവനാണ്. അതൊന്ന് കർത്താവ് ഇടയ്ക്കിടയ്ക്ക് നുറുക്കിക്കൊണ്ടേയിരിക്കും. നമ്മൾ വീണ്ടും അധികമായിട്ട് അവിടുത്തെ ജീവൻ പ്രാപിക്കുവാനും അധികമായിട്ട് ഫലം കായ്ക്കുവാനും വേണ്ടി. അതവിടുത്തെ വലിയ കരുണയാണ്. അവിടുന്ന് സംസാരിക്കുന്ന ആ വചനങ്ങൾ നമ്മളെ ശുദ്ധരാക്കി തീർക്കും. ആ വചനത്തിന് മുമ്പായിട്ട് നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് നമുക്ക് കീഴടക്കി കൊടുക്കാം. നന്ദി പിതാവേ, നന്ദി. അവിടുത്തെ വചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ടും കീഴടങ്ങുന്ന കർത്താവേ, ഞങ്ങളെ തന്നെ ഒരു 0 ആയിട്ട് ഒരു വട്ടപൂജ്യമായിട്ട് താഴ്ത്തുന്ന കർത്താവ്. ഞങ്ങളിൽ എന്തുണ്ട് കർത്താവ്? ഞങ്ങളുടെ ഇല്ലായ്മ കാണുവാൻ കർത്താവ്, മറ്റുള്ളവരിലെ ശ്രേഷ്ഠത കാണുവാൻ, മറ്റുള്ളവരെ ഞങ്ങളെക്കാട്ടിലും കൂടുതൽ പ്രാധാന്യമുള്ളവരായിട്ട് കൂടുതൽ ശ്രേഷ്ഠരായിട്ട് എണ്ണുവാൻ ഉള്ള ആ താഴ്മ കർത്താവേ, ആ വിനയം ഞങ്ങൾക്ക് തരണം. അവിടുത്തെ ഫലം കർത്താവേ, അവിടുത്തെ ആ ഭാവം തന്നെ ഞങ്ങളിൽ വാഴണം കർത്താവേ. കർത്താവേ, അവിടുത്തെ ആത്മാവ് ഞങ്ങളിൽ വാഴുവാൻ തക്കവണ്ണം, യേശുവിനെ തന്നെ ഞങ്ങളിൽ ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ വസിക്കുവാൻ, ഞങ്ങളിൽ തന്നെ ഞങ്ങളുടെ സ്വയത്തിൽ തന്നെ ആ ജഡത്തിൽ തന്നെ അങ്ങ് വസിക്കുവാൻ ഇടയാകാതെ കർത്താവേ, ഞങ്ങൾ ആ ജഡത്തെ അവിടുത്തെ പ്രൂണിങ് നൈഫിന് കീഴടക്കി കൊടുത്ത് കർത്താവേ, ആ പരിശുദ്ധാത്മ ഞങ്ങളുടെ ആത്മാവിലേക്ക് വന്ന് നിറഞ്ഞ ആത്മാവിൽ വസിക്കുവാൻ, ആ ആത്മാവിൽ നിന്നുള്ള ആ ജീവൻ ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും, ഞങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും തീരുമാനങ്ങളെയും വാക്കുകളെയും പ്രവൃത്തികളെയൊക്കെ കർത്താവെ ആ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കാൻ തക്കവണ്ണം ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. അങ്ങക്ക് തന്നെ ഞങ്ങളിലൂടെ വസിക്കുവാൻ തക്കവണ്ണം കർത്താവെ, അങ്ങക്ക് ഞങ്ങളിൽ കാണുവാനും കേൾക്കുവാനും സംസാരിക്കുവാനും ചിന്തിക്കുവാനും ഒക്കെ സാധിക്കത്തക്കവണ്ണം കർത്താവെ, അങ്ങക്ക് ഞങ്ങൾ ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ കർത്താവെ ഞങ്ങളെ തന്നെ അങ്ങയിൽ വസിക്കുവാനായിട്ട് ഏൽപ്പിച്ചു തരുന്നു കർത്താവെ. ഇത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്, ഞാനോ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ ആ സ്വയം ആ പ്രൂണിങ് നൈഫിന് ഇരയായിട്ടിരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ജീവരസം എന്നിൽ വന്ന് നിറഞ്ഞ് ഇനി ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ചിന്തിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ സംസാരിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിലൂടെ കാണുന്നത്, ക്രിസ്തുവാണ് എന്നിലൂടെ കേൾക്കുന്നത്, ക്രിസ്തുവാണ് കാര്യങ്ങളെ നോക്കി കാണുന്നതും ചെയ്യുന്നതുമൊക്കെ കർത്താവെ. അങ്ങനെ അധികം ഫലം കായ്ക്കുന്ന പിതാവിന് ഫലം കായ്ച്ച ആ തോട്ടക്കാരന് ഏറ്റവും നല്ല മുന്തിരി കൊലകൊലയായിട്ട് കായ്ച്ച് ആ കർത്താവിൻ്റെ ജീവിതം പോലെ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവനെപ്പോലെ ഇത്രയും ഫലം കായ്ച്ചവന് ഒരുവൻ കർത്താവെ ആരുമില്ല എന്ന് പിതാവ് പുത്രനെ നോക്കി പറഞ്ഞതുപോലെ കർത്താവെ, ഞങ്ങളിലും കർത്താവെ അധികം ഫലം കായ്ക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ കർത്താവെ അധികം ഫലം കായ്ക്കുവാൻ, വളരെ ഫലം കായ്ക്കുവാൻ, നിലനിൽക്കുന്ന ഫലം കായ്ക്കുവാൻ കർത്താവെ അവിടുത്തെ ആ കർത്താവെ ആ കത്തിക്ക് വചനത്തിൻ്റെ കത്തിക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളുടെ സ്വയജീവനെ സമ്പൂർണ്ണമായിട്ടും നിരന്തരമായിട്ടും ഏൽപ്പിച്ചുകൊണ്ടേയിരിക്കുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. അളവില്ലാതെ ആത്മാവിനെ നൽകണമേ, അളവില്ലാതെ ഫലം കായ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, നിലനിൽക്കുന്ന ഫലം കായ്ക്കുവാൻ സഹായിക്കണമേ കർത്താവെ, അധികം ഫലം കായ്ക്കുവാൻ സഹായിക്കണം. വളരെ മോർ ഫ്രൂട്ട് ആൻഡ് മച്ച് ഫ്രൂട്ട് ആൻഡ് അബൈഡിങ് ഫ്രൂട്ട് കർത്താവെ ഞങ്ങളിൽ കർത്താവെ അധികം ഫലം കായ്ക്കുവാൻ, ഇതുപോലെ ഇത്രയും നാൾ പോലെയുള്ള ഫലമല്ല, അധിക ഫലം വേണം കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഫലം, ശുശ്രൂഷയുടെ ഫലം ഞങ്ങളിലൂടെ മറ്റനേകരിലേക്ക് അത് എത്തി അധിക ഫലം കായ്ക്കണം കർത്താവെ. വളരെ ഫലം കായ്ക്കണം കർത്താവെ. അത് നിറഞ്ഞു തിങ്ങുന്ന കൊലകളായിട്ട് അധികം ഫലം, വളരെ ഫലം കായ്ക്കുവാൻ തക്കവണ്ണം മച്ച് ഫ്രൂട്ടായിട്ട് അത് ഇന്നേക്ക് നിത്യതയിൽ നിലനിൽക്കുന്ന കർത്താവിൽ നിന്ന് കർത്താവിലൂടെ കർത്താവിലേക്കുള്ള നിത്യതയിൽ നിലനിൽക്കുന്ന ഫലം ആയിട്ട് കർത്താവെ, അവിടത്തേക്ക് സൗരഭ്യവാസനയായിട്ടുള്ള ഫലമായിട്ട് കർത്താവെ ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ വചനത്തിനായിട്ട് സ്തോത്രം ചെയ്ത് നന്ദി പറയുന്നു കർത്താവെ. അതിൽ തന്നെ നിലനിൽക്കുവാൻ, ആ വചനത്തിൽ നിലനിൽക്കുവാൻ, അങ്ങിൽ തന്നെ നിലനിൽക്കുവാൻ ഞങ്ങളെ അധികമായിട്ട് സഹായിച്ചാട്ടെ. പുനരാവത്തെ മുഹത്വപ്പെടുത്തിയായിട്ട് ഈ ദേശത്തെ അനേകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ചുറ്റുവട്ടമുള്ള അന്ധകാരത്തിലുള്ള ജനങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അന്ധകാര ശക്തികളേക്ക് ബന്ധിച്ച് കർത്താവെ അനേകരെ അങ്ങ് വിടുവിക്കണം കർത്താവെ.
അനേകരെ അവിടുത്തെ സ്നേഹത്തിലേക്ക് വരുവാൻ, അവിടുത്തെ സത്യത്തിലേക്ക് വരുവാൻ ഇടയാക്കണം. എല്ലാത്തിനും അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തിയായിട്ട് പ്രാർത്ഥന കേട്ടതിന് സ്തുതിക്കുന്നില്ല. യേശു കർത്താവിൻ്റെ വിലയേറിയ മാത്രമുള്ള നാമത്തിൽ തന്നെ ആമേൻ.